കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിക്കായി ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. At the outset, I praise the Lord for the first night of our convention. വളരെ നാളത്തെ പ്രാർത്ഥനയുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമായി ദൈവം ഈ ദേശത്ത് എന്നെ മനോഹരമായ ഒരു ആരാധനാലയം പണി കഴിപ്പിക്കുവാനും ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ അതിനെ സമർപ്പിക്കുവാനും ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. After prolonged days of prayer and hardship, we were able to raise up a worshiping hall in this place, and the Lord enabled us to consecrate it unto the Lord today, for which I praise and thank Him. ഞാൻ ഒരു കൺവെൻഷനും ഈ ദേശത്ത് കർത്താവ് നമുക്ക് ദാനമായി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. I praise the Lord, for the Lord has given us a convention in this land also. ഈ യോഗത്തിൻ്റെ പ്രാരംഭം മുതൽ ഇതുവരെയും സർവ്വവല്ലഭനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സാന്നിധ്യം വ്യത്യസ്ത നിലവാരത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Right from the initial phase of our worship, we've been experiencing the glorious presence of our Almighty God. വളരെ മനോഹരമായ പാട്ടുകൾ പാടി ദൈവത്തിൽ സന്തോഷിക്കുവാനും ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാനും കർത്താവ് നമ്മെ സഹായിച്ചു. The Lord enabled us to sing mellifluous songs and to worship the Lord in the Spirit. വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവസമ്പന്നമായ ഒരു അത്ഭുതകരമായ സാക്ഷ്യത്തെയും കർത്താവ് നമുക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കണം. The Lord has also given us a beautiful testimony which was blessed and exhibited in a marvelous way. തുടർന്ന് തിരുവെഴുത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ പ്രാർത്ഥനയോടും ആത്മാവൊരുക്കത്തോടും കർത്തൃപാദപീഠത്തിലായിരിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കണം. Further, from the word of God, the Almighty God should deal with us. Therefore, I urge the people of God to remain in the presence of God with prayer. ഈ ദിവസങ്ങളിലെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. Let us focus our attention to a highly familiar verse for today's meditation. യോബിൻ്റെ പുസ്തകം 19 അധ്യായത്തിൻ്റെ 25 26 വാക്യങ്ങൾ വായിക്കാം. Let us read from the book of Job, chapter 19, verses 25 and 26. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. For I know that my Redeemer liveth, and that he shall stand at the latter day upon the earth. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. And though after my skin worms destroy this body, yet in my flesh I shall see my God. ഭക്തനായ യോബിൻ്റെ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. This is a verse that we read in connection with godly Job. ക്രൈസ്തവ ലോകത്തിൽ വളരെ സുപരിചിതമായ ഒരു വേദഭാഗം. This is a highly popular verse in the Christian world. യോബിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ തിരുവെഴുത്തിലെ ഏറ്റവും പുരാതനമായ ഗ്രന്ഥമാണ് യോബിൻ്റെ ചരിത്രം. The book of Job is the ancient history in the word of God. വേദപുസ്തകത്തിലെ കാവ്യഗ്രന്ഥങ്ങളിൽ ആദ്യത്തേതും യോബിൻ്റെ പുസ്തകമാണ്. The first of the poetic books in the holy scripture is the book of Job. ഏതാണ്ട് ക്രിസ്തുവിന് 1480 സംവത്സരങ്ങൾക്കപ്പുറമാണ് ഈ പുസ്തകം എഴുതിയത്. This book was written before 1480 years before the advent of Christ. യഹൂദന്മാരുടെ പരമ്പരാഗതമായ വിശ്വാസം അനുസരിച്ച് ദൈവപുരുഷനായ മോശയാണ് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ. According to the traditional beliefs of the Jews, Moses is the author of this book. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന പരാമർശത്തോടു കൂടിയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. This book embarks with the phrase that there was a man named Job in the land of Uz. ഏദോമിന്റെ അതിരിങ്കിലുള്ളതായ ഒരു ഭൂപ്രദേശമാണ് ഊസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. Uz was a land near the plain lands of Edom. വളരെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകന്നവനുമായ ഒരു മനുഷ്യനെന്ന് യോബിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. Concerning Job, it is testified that he was a man who was perfect, upright, and eschewed all evil. യോബ് ഒരു ദൈവഭക്തനായിരിക്കുമ്പോൾ തന്നെ ആ ദേശത്തെ ഒരു വലിയ ധനാഢ്യനായ മനുഷ്യനും കൂടിയായിരുന്നു. While Job was a godly person, he was also a wealthy man in the land. തനിക്ക് 7 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിരുന്നു. He had 7 sons and 3 daughters. ഒരു വലിയ മൃഗസമ്പത്തിന്റെ ഉടമയായിരുന്നു ഭക്തനായ യോബ്. Job owned a great animals. തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത് ഏതാണ്ട് 7000 ആടുകൾ തനിക്കുണ്ടായിരുന്നു. In the word of God we read that he had approximately 7000 sheep. ഏതാണ്ട് 3000-ഓളം ഒട്ടകങ്ങളും തനിക്കുണ്ടായിരുന്നുവെന്ന് വായിക്കുന്നു.
He owned 3,000 camels as well. 500 ജോഡി കാളകളും 500 പെൺകഴുതകളുമായ മൃഗസമ്പത്ത് യോബിനുണ്ടായിരുന്നു. He had 500 yoke of oxen and 500 she asses. വളരെ ദാസന്മാരും ദാസിമാരും യോബിന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നതായിട്ട് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കണം. There were plenty of servants and maid in the abode of Job, testifies the word of God. യോബ് എന്ന പേരിന്റെ എബ്രായ അർത്ഥം എന്ന് പറയുന്നത് പീഡിപ്പിക്കപ്പെട്ടവൻ എന്നാകുന്നു. The Hebrew meaning of the name Job is the one who is persecuted. എന്നാൽ അറബിയിൽ ഈ പേരിന്റെ അർത്ഥം മാനസാന്തരപ്പെട്ടവൻ എന്നാകുന്നു. But in the Arabic language it means that the one who is repented. അറബി അർത്ഥത്തിലും എബ്രായ അർത്ഥത്തിലും യോബിന്റെ പേര് വളരെ അർത്ഥവത്തായി നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. In a Hebrew as well as Arabian language, we can understand or comprehend the meaning of Job. അവൻ ആ കാലഘട്ടത്തിൽ മാനസാന്തരപ്പെട്ടവനും അതേസമയം വളരെയധികം പീഡിപ്പിക്കപ്പെട്ടവനുമായ ഒരു മനുഷ്യനായി കാണപ്പെടുവാനിടയായി. He was a man who was repented as well as persecuted in those days. അതിനീതിമാനായി ജീവിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നേരിടേണ്ട വന്ന അതിഭയാനകമായ പീഡയുടെ ചരിത്രമാണ് യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. The book of Job brings into light the man who reigned with supreme righteousness, who had to encounter supreme injustice and persecution. യോബിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെയും പരാജയങ്ങളുടെയും ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടായതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. Bogies of failures and persecutions encountered the life of Job. അവന്റെ മക്കളൊക്കെയും അകാലത്തിൽ ഈ ലോകത്തിൽ നിന്നും വേർപെടുവാനിടയായി. In a tender age, all his young ones, his children, bid farewell to this world. തന്റെ സമ്പത്തൊക്കെയും തനിക്ക് നഷ്ടപ്പെട്ട അരിഷ്ടപൂർണമായ ഒരു അവസ്ഥയിൽ താനായി തീർന്നു. He lost all his possessions and now he is in a wretched state. തന്റെ നെറുക മുതൽ ഉള്ളങ്കാൽ വരെ വല്ലാത്ത പരിക്കളാൽ ബാധിച്ച് അതിവേദനയാൽ താൻ കഷ്ടപ്പെട്ടുവെന്നാണ് തിരുവെഴുത്തിൽ വായിക്കുവാൻ സാധിക്കുന്നത്. In the word of God we read that from his forehead to his footstool he was inflicted with worms and sores and he was in a great woe. ഒരു ഓട്ട് കഷണം കൊണ്ട് താൻ തന്റെ ശരീരത്തിൽ ചുരണ്ടി തനിക്ക് ആശ്വാസം പ്രാപിക്കുവാൻ താൻ ചാരത്തിൽ ഇരുന്നുവെന്നാണ് വായിക്കുന്നത്. He was scratching his body with a piece of wood, sitting upon the ashes he found solace to his body. ഈ അരിഷ്ടതയുടെ ആഴത്തിൽ അവനെ എല്ലാവരും കൈവിട്ടുവെന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. And in the depths of all his agony and wretchedness he was left by all. യോബിന്റെ പുസ്തകം 19 അധ്യായത്തിന്റെ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ In the book of Job chapter 19 verses 13 to 20, യോബ് അവന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏകാന്തതയുടെ ആഴം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. the depth of the solitude, the loneliness that Job encountered, we can see there. അവന്റെ പരിചയക്കാരൊക്കെയും അവന് അന്യരായി മാറ്റപ്പെട്ടു. All his acquaintance got estranged from him. അവന്റെ ബന്ധുക്കളൊക്കെയും അവനെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുവാൻ തുടങ്ങി. His kinsfolk evaded from him and ignored him. അവന്റെ ഉറ്റ സ്നേഹിതർ പോലും അവനെ മറന്നു കളഞ്ഞുവെന്ന് വായിക്കുന്നു. Even his closest friend did not remember him. അവന്റെ വീട്ടിൽ പാർക്കുന്നവരും അവന്റെ ദാസീദാസന്മാരും ഒരു അന്യനെ പോലെ അവനോട് പെരുമാറുവാൻ തുടങ്ങി. The inmates of his house and even the maids started to behave unto him like a stranger. യോബ് പറയുകയാണ്, ഞാൻ എൻ്റെ ദാസനെ വിളിച്ചു, പക്ഷെ അവൻ വിളി കേൾക്കുന്നില്ല. Job says, I call my servant, but he is not listening to me. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി തന്റെ ദാസനോട് യാചിക്കേണ്ട ഒരവസ്ഥ യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായി. A state is arriving in the life of Job that he had to plead for one drop of water to his servant. അവൻ പറയുന്നു, എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യമായി തോന്നി. He says, my breath, it is strange to my wife. എൻ്റെ ഉടപ്പിറന്നവർക്കൊക്കെയും ഞാനൊരു അറപ്പായി മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. I am a despise to my young children. യോബ് പറയാണ്, പിള്ളേരും എന്നെ നിരസിക്കുന്നു. And he says that even my own children are despising me. ഞാൻ എഴുന്നേറ്റാൽ എല്ലാവരും എന്നെ കളിയാക്കുന്ന ഒരു നിലവാരത്തിൽ എത്തിച്ചേർന്നു. And when I wake up, every person are haunting me. എൻ്റെ പ്രാണ സ്നേഹിതന്മാരൊക്കെയും എന്നെ വെറുക്കുവാൻ തുടങ്ങി. My inward friends, they abhor me. എനിക്ക് പ്രിയരായവർ എനിക്ക് വിരോധികളായി മാറ്റപ്പെട്ടു. Whom I loved are now against me. എൻ്റെ അസ്ഥി എൻ്റെ ത്വക്കിനോട് പറ്റിച്ചേരുമാറായി പോയി. My bone now cleaves to my skin. എൻ്റെ പല്ലിൻ്റെ മോണയോടെ മാത്രം അത് ശേഷിക്കുന്ന അവസ്ഥയിലെത്തി. I am escaped with the skin of my mouth. ഈ അതിഭയാനകമായ അരിഷ്ടതയുടെ ആഴത്തിൽ ഇരുന്നു കൊണ്ട് ഭക്തനായ യോബ് പറയുകയാണ്, Sitting in this tunnel of depth and agony, godly Job says, ഈ ലോകത്തിലുള്ള സകലരും എന്നെ കൈവിട്ടാലും
even though every person in this world leaves me, ഈ ലോകം മുഴുവനും എനിക്ക് വിരോധമായി തീർന്നാലും, even if the whole world rises against me, സകലരും എന്നെ മറന്നു കളഞ്ഞാലും, let all forget me, എന്നെ വീണ്ടെടുക്കുന്നവനായ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. there is a God who is alive who will redeem me. എന്നെ വിടുവിക്കുന്നവനായ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. My Redeemer, my God, He is alive. എന്റെ അവസ്ഥയെ മാറ്റുന്നവനായ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. A God who will amend my state is alive for me. എന്നെ ഉദ്ധരിക്കുന്നവനായ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. The Lord who will deliver me is alive for me. യോബ് പറയുകയാണ്, അവൻ ഒരു നാൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. Job says one day he will descend to this earth. അവന്റെ പുണ്യപാദങ്ങൾ ഈ ഭൂമിയിലെ പൊടിയിൽ തൊടുവാനിടയായി തീരും. His sacred feet will kiss the soil of the earth. എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എന്റെ കണ്ണുകൊണ്ട് ആ പ്രിയനെ ഞാൻ കാണും. And when my body and skin is destroyed, with my flesh I will see my Redeemer. നിരാശയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുമ്പോഴും ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും അവന്റെ ജീവിതത്തിൽ ബലം നൽകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. Even when he is plunging into the depths of agony and despair, the trust and hope in the Lord is strengthening him. ഇന്ന് രാത്രി ഈ നിലവാരത്തിൽ ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇവിടെ കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ, Tonight, if any person has come here in this state, അല്ലെങ്കിൽ അടുത്തും അകലെയും ഇരുന്ന് ഈ ശബ്ദം ശ്രവിക്കുന്നവരായിട്ട് ആരെങ്കിലും ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ, or if near and far away, if any person is heeding to this voice, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്നു. tonight the word of God is personally talking to you. നിന്നെ വീണ്ടെടുക്കുന്നവനായ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. There is a God who will redeem you. നിന്റെ അവസ്ഥകളെ മാറ്റുന്നവനായ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. The God who will amend your state is alive for you. നിന്നെ ഉദ്ധരിക്കുന്നവനായ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. The God who will deliver you is living for you. ഭക്തനായ ദാവീദ് അവന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു സന്ദർഭത്തിൽ, In an experience in which godly David traversed through the experience of his life, ഈ അരിഷ്ടത ദാവീദും അവന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. David too faced this wretchedness in his own life. 27 സങ്കീർത്തനത്തിന്റെ 10 വാക്യത്തിലേക്ക് വരുമ്പോൾ, In Psalm 27, the 10th verse, അവിടെ ദാവീദ് ഇപ്രകാരം പാടുകയാണ് ചെയ്യുന്നത്, there David sings so, എന്റെ അപ്പനും അമ്മയും എന്നെ മറന്നു കളഞ്ഞു. my father, my mother, they have forsaken me. എന്റെ അപ്പനും അമ്മയും എന്നെ മറന്നു കളഞ്ഞു. My father, my mother, they forsake me. എന്നാലും എന്റെ ദൈവം എന്നെ ചേർത്തുകൊണ്ടു എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. But then the Lord will take me up. ദാവീദ് ജീവിതത്തിന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് ഇപ്രകാരം പാടിയിരിക്കുന്നത്. David, according to the background of his life, he sang so, എന്റെ അപ്പനും അമ്മയും എന്നെ മറന്നു, എങ്കിലും എന്റെ ദൈവം എന്നെ ചേർത്ത് കൊണ്ടുവന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നു. my father, my mother, they left me behind, but my God embraced me. ദാവീദ് പറയുവാനുണ്ടായ ജീവിതത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. We must ponder what is the background that made David think so. ഇസ്രായേലിന്റെ രാജാവായിട്ട് ശൗൽ വാഴിക്കപ്പെട്ടു കഴിഞ്ഞു. When Saul was made to reign as the king of Israel, അവൻ യഹോവയോട് ചെയ്ത അതിക്രമം നിമിത്തമായി അവന്റെ രാജ്യത്വം അവനെ വിട്ടുപോയി. because of the iniquity he committed against God, his kingship was taken away. അവൻ ശമൂവേൽ പ്രവാചകന്റെ വസ്ത്രം വലിച്ചു കീറിക്കളഞ്ഞു. He rented the attire of prophet Samuel. അവൻ വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിക്കുവാൻ പോയി. He sought the counsel of the soothsayer. ആകയാൽ ദൈവം രാജ്യത്വം ശൗലിൽ നിന്ന് നീക്കിക്കളഞ്ഞു. Therefore the kingship was departed from Saul by God. പ്രവാചകനായ ശമൂവേലിനോട് ദൈവം ഇപ്രകാരം അരുളി ചെയ്തു, And God said unto prophet Samuel, നീ യിശായിയുടെ ഭവനത്തിലേക്ക് പോകണം. you must go to the abode of Jesse. അവന്റെ മക്കളിൽ ഒരുത്തനെ ഞാൻ ഇസ്രായേലിന്റെ രാജാവായി തെരഞ്ഞെടുത്തിരിക്കുന്നു. And over there I have chosen one as the king of Israel. ശമൂവേൽ പ്രവാചകൻ ദൈവത്തിന്റെ ഹിതം യിശായിയുടെ കുടുംബത്തെ അറിയിച്ചു. Prophet Samuel conveyed the will of God unto the family of Jesse. ദേശത്ത് ഒരു യാഗം ഒരുക്കി യിശായിയും കുടുംബത്തെയും അവിടേക്ക് കടന്നു വന്നു. A sacrifice was set in the land, and the whole family of Jesse approached there. ഒരു വലിയ യാഗസദ്യ അവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. A huge venue of sacrifice was arranged വലിയ there. ഒരു ജനസമൂഹവും അവിടെ കൂടിയിട്ടുണ്ട്. A vast multitude mustered over there. യിശായിയുടെ 7 മക്കളിൽ ഒരുവനെ ഇസ്രായേലിന്റെ രാജാവായി വാഴിക്കുവാൻ പോകുകയാണ്. One among the 7 children of Jesse is going to be reigned as the king of Israel. യിശായിയുടെ ഏറ്റവും ഇളയ മകനായിരുന്നു ദാവീദ് എന്ന് പറയുന്നത്. Remember, David was the youngest of them all. ദാവീദ് അന്നൊരു ബാലനായിരുന്നു. David was a mere lad then. യിശായി ദാവീദിനെ വിളിച്ചു പറഞ്ഞു, Jesse mustered
David and said, ഇന്ന് ജ്യേഷ്ഠന്മാരുടെ കിരീടധാരണം നടക്കുകയാണ്. today is the coronation of your brothers. നീ വനാന്തരത്തിൽ പോയി ആടുകളെ തീറ്റണം. You do one thing, go to the wilderness and take care of the sheep. അവൻ ആടുകളുമായി തന്റെ കവണയും കയ്യിലെടുത്ത് തന്റെ കിന്നരവും കയ്യിലെടുത്ത് ഇടയസഞ്ചിയും തോളിൽ തൂക്കി ആടുകളെ തീറ്റുവാൻ വനാന്തരത്തിലേക്ക് കടന്നുപോയി. Mustering all the sheep, taking the swing, collecting the harp, carrying his shepherd bag, he went to the wilderness. തന്റെ സഹോദരന്മാരിൽ ഒരുത്തനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ പോലും അവന്റെ അപ്പനും അമ്മയും സമ്മതിച്ചില്ല. David's parents didn't even permit him to be a testimony for the event of coronation of one of his brothers. യാഗം ആരംഭിച്ചു. The sacrifice began. ഷായിയുടെ പുത്രന്മാരെ ഓരോരുത്തരെ അടുക്കലേക്ക് വിളിച്ചു. Each of the children of Jesse was brought forward. മൂത്തവൻ കടന്നു വന്നു ഏലിയാബ്. The eldest of them, Eliab, came there. നല്ല പൊക്കമുള്ളവൻ. He was a tall man. കാണുവാൻ വ്യക്തിത്വവും ആളത്വമുള്ളവൻ. He was manly in stature. എന്തുകൊണ്ടും ഇസ്രായേലിന്റെ രാജാവായിരിക്കുവാൻ യോഗ്യൻ. For any cause, he is worthy to be the king of Israel. ദൈവം ശമൂവേലിനോട് ഇപ്രകാരം പറഞ്ഞു. But God told unto Samuel, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. do not look at his countenance or his height of stature. ഞാൻ അവനെ തെരഞ്ഞെടുത്തിട്ടില്ല. I have not chosen him. ശമൂവേൽ പ്രവാചകൻ ഇശായിയോട് ചോദിച്ചു, രണ്ടാമത്തവൻ വരട്ടെ. Samuel is asking Jesse, come on, bring the second one. അമീനാദാബിനെ മുന്നിലേക്ക് കൊണ്ട് നിർത്തി. Now Abinadab is entering the scene. അവനും രാജാവായിരിക്കുവാൻ പരമയോഗ്യനാണ്. He too is at most worthy of being crowned. ദൈവം ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തെരഞ്ഞെടുത്തിട്ടില്ല. God told unto Samuel, no, 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 do not look at his countenance or his height. I have rejected him. മൂന്നാമത്തെ മകൻ ശമ്മയെ വിളിച്ചരികിലേക്ക് നിർത്തി. Shammah, the third son, was summoned. ദൈവം പറഞ്ഞു, ഞാൻ ഇവനെയും തെരഞ്ഞെടുത്തിട്ടില്ല. God said, I have not chosen him either. ഇശായി 6 മക്കളെയും രാജാവ് ശമൂവേൽ പ്രവാചകന്റെ മുമ്പിലേക്ക് വിളിച്ചു വരുത്തി. Jesse fetched all the 6 sons before prophet Samuel. ദൈവം പറഞ്ഞു, ഞാൻ ഇവരെ ആരെയും തെരഞ്ഞെടുത്തിട്ടില്ല. God said, I have chosen none of them. ശമൂവേൽ പ്രവാചകൻ ചോദിച്ചു, ഇനി നിനക്ക് മക്കൾ ആരെങ്കിലും ഉണ്ടോ? Prophet Samuel asked, do you have any other children? ഇശായി പറഞ്ഞു, ഒരുത്തനുണ്ട്, അവൻ കാട്ടിൽ ആടുകളെ തീറ്റുകയാണ്. Jesse said, there is one and he is going to take care of the sheep in the forest. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, അവനെ വിളിച്ചു വരുത്തിയിട്ടല്ലാതെ ഇവിടെ യാഗസത്യം നടക്കത്തില്ല. Samuel says, unless you fetch him to the spot, a sacrifice won't happen here. ഒന്നും അറിയാതെ വനാന്തരത്തിൽ കാട്ടിൻ നടുവിൽ ആടുകളെ ദാവീദ് തീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വിളി അവന്റെ കാതുകളിലെത്തി. David, without knowing anything, he was taking care of the sheep, giving them fodder in the wilderness. Now a calling inclines in his ear. ഒരുപക്ഷെ ആ പിഞ്ചു ബാലന്റെ ഹൃദയത്തിൽ ഒരു സന്തോഷം ഉണ്ടായി കാണും. Maybe that tender lad would have been excited. എന്റെ സഹോദരന്മാരിൽ ആരോ ഒരാൾ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. Now one among my brethren are appointed king of Israel. ആ വിരുന്നിൽ പങ്കാളിയാകുവാൻ എന്നെയും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. Now I am also taken to be part of that party. ശമൂവേൽ പ്രവാചകന്റെ മുമ്പിൽ ദാവീദ് ചെന്നു നിന്നു. David stood before prophet Samuel. ദൈവം ശമൂവേൽ പ്രവാചകനോട് ഇപ്രകാരം സംസാരിച്ചു. And God spoke unto Samuel so. ഇസ്രായേലിന്റെ അവകാശത്തിന്റെ പ്രഭുവായിരിക്കുവാൻ ഞാൻ തെരഞ്ഞെടുത്തവൻ ഇവൻ തന്നെയാകുന്നു. This is the man that I have chosen to be the noble of the inheritors of Israel. ഈ ദൈവശബ്ദം ശമൂവേൽ കേട്ടപ്പോൾ When Samuel hearkened unto this voice of God, അവൻ ചാടി എഴുന്നേറ്റ് തൈലക്കൊമ്പെടുത്ത് ദാവീദിന്റെ തലയിലൊഴിച്ച് അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. he leaped, he arose, he took the horn of the anointing and anointed David as king. ദാവീദ് പ്രകാരം പാടി. David sang so. എന്റെ അപ്പനും അമ്മയും എന്നെ മറന്നു കളഞ്ഞു. My father and my mother, they forgot me. പക്ഷെ എന്റെ ദൈവം എന്നെ ചേർത്തുകൊണ്ടു. Oh, but my God embraced me. രാത്രി ഞങ്ങളെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Tonight, brothers and sisters inclining to us, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഇതുപോലെ അരിഷ്ടപൂർണമായ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. you might be passing through a wretched state in your life. എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല. There is none to love me. നിന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി പോലുമില്ല. There is no one to understand me. നിന്റെ ജീവിതം കടഭാരത്താൽ തകർന്ന് അരിഷ്ടതയുടെ ആഴങ്ങളിലായിരിക്കുന്നു. My life is crumbled with the burden of debt, and it is the word of destruction. ഒരുപക്ഷെ നീ രോഗിയായി തളർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം. You might be weary as a sick person, നിന്റെ സഹോദരന്മാരും നിന്നെ കൈവിട്ട് and കളഞ്ഞിട്ടുണ്ടായിരിക്കാം. all your brethren might be discarding you. നിന്റെ മാതാപിതാക്കളും നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരിക്കാം. Even your parents might have rejected you. നീ വിശ്വസിക്കുന്ന പ്രത്യയ ശാസ്ത്രവും നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരിക്കാം. And even the institution, the ideology you believe might have rejected you. നിന്റെ സമൂഹവും നിന്റെ സഭയും നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരിക്കാം. Your society, your church might have rejected you.
ഇന്ന് രാത്രി യാഥാർത്ഥ്യം മനസ്സിലാക്കണമേ. But tonight, understand the reality. ഈ ലോകം മുഴുവനും നിന്നെ തിരസ്കരിച്ചാലും, Let the whole world deny you. നിന്നെ സ്നേഹിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. There is a God who loves you. നിന്നെ വീണ്ടെടുക്കുന്നവനായ ഒരു യേശുവുണ്ട്. There is a Jesus who redeems you. നിന്നെ ഉദ്ധരിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. There is a God who will deliver you. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നുണ്ട്? Tonight, how many people of God believe it? വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. Hallelujah. അപ്പനമ്മ സ്നേഹിതർ തള്ളിവിട്ടാലും നല്ല അപ്പനെന്നെ ചേർത്തിടുന്നു തൻ തിരുമാർവിൽ. അപ്പനമ്മ സഹോദരർ തള്ളിവിട്ടാലും നല്ല അപ്പനെന്നെ ചേർത്തിടുന്നു തൻ തിരുമാർവിൽ. മറന്നിടാത്ത മാധവായ യേശു ഉള്ളതാ, ഉള്ള കയ്യിൽ കാത്തിടുമി നാളുകളെല്ലാമേ. മറന്നിടാത്ത മാധവായ യേശു ഉള്ളതാ, ഉള്ള കയ്യിൽ കാത്തിടുമി നാളുകളെല്ലാമേ. അപ്പനമ്മ സഹോദരർ തള്ളിവിട്ടാലും നല്ല അപ്പനെന്നെ ചേർത്തിടുന്നു തൻ തിരുമാർവിൽ. അപ്പനമ്മ സഹോദരർ തള്ളിവിട്ടാലും നല്ല അപ്പനെന്നെ ചേർത്തിടുന്നു തൻ തിരുമാർവിൽ. മറന്നിടാത്ത മാധവായ യേശു ഉള്ളതാ, ഉള്ള കയ്യിൽ കാത്തിടുമി നാളുകളെല്ലാമേ. 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 പ്രിയ മക്കളെ, നമ്മൾ വായിച്ച കുറുവാക്യത്തിലേക്ക് വരുമ്പോൾ, Dear people of God, when we return to the key words, ഭക്തനായ ജോബ് ഇപ്രകാരം പറയുകയാണ്, godly Job says so. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു. My Redeemer liveth. ഇന്ന് രാത്രി വീണ്ടെടുപ്പുകാരനായ യേശുവിനെ കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കാം. Tonight, let us think about Jesus, our Redeemer. രണ്ട്, വീണ്ടെടുപ്പ് എന്നാകുന്നു എന്ന വിഷയത്തെ കുറിച്ച് അല്പമായി നമുക്ക് ചിന്തിക്കാം. Secondly, let us discuss what the topic redemption എന്താണ് means. വീണ്ടെടുപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? What do you mean by redemption? ഒരു മനുഷ്യനെ അടിമച്ചന്തയിൽ നിന്നും വില കൊടുത്ത് വാങ്ങിച്ച് പുറത്തു കൊണ്ടുവന്ന് സ്വതന്ത്രനായി വിടുന്ന പ്രവൃത്തിക്കാണ് വീണ്ടെടുപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. A person is bought from the market of slavery, and when he is brought outside, he is set free. That is what you call redemption. അടിമച്ചന്തയിൽ നിന്നും വില കൊടുത്ത് വാങ്ങി പുറത്തു കൊണ്ടുവന്ന് സ്വതന്ത്രനായി വിടുന്ന പ്രവൃത്തിയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. The price is paid, he is redeemed from the market of slavery, he is brought outside and he is set free. രാത്രി അനേക അടിമച്ചന്തകളിൽ അകപ്പെട്ടിരിക്കുന്നവരെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. Tonight we come across many individuals who are captives in those markets of slavery. ഇന്ന് അനേക മനുഷ്യരെ അടിമപ്പെടുത്തുന്ന അനേക വിഷയങ്ങളെ നമുക്ക് ലോകത്തിൽ കാണുവാൻ സാധിക്കും. Today in this world we come across numerous things that are making its bondage upon many people. വ്യർത്ഥമായ പാരമ്പര്യങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ ഇന്ന് ലോകത്തിലുണ്ട്. There are people in this world who are subjected to the slavery of vain traditions. പാരമ്പര്യത്തിന്റെ അടിമച്ചന്തയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ നമുക്ക് ലോകത്തിൽ കാണുവാൻ സാധിക്കും. There are people who are stranded in those markets of slavery and traditions. പാപത്തിനും അകൃത്യത്തിനും അതിക്രമത്തിനും അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ ഈ ലോകത്തിൽ കാണുവാൻ സാധിക്കും. There are people who are under the bondage of sin, iniquity and transgressions. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരിൽ തന്നെയും മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമപ്പെട്ട് ജീവിക്കുന്നവരെയും ഈ ലോകത്തിൽ ധാരാളമായി കാണുവാൻ സാധിക്കും. Even the so-called Christians are abounding in liquors and intoxications. ദുർമാതൃകയായ അധാർമികമായ ജീവിതം ചെയ്യുന്ന അനേക മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. There are a lot of people who maintain an abominable and immoral life. അന്ധകാരത്തിന്റെ ശക്തികൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ ലോകത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. And in this world we come across people who are enslaved unto the powers of darkness. സാത്താന്യ സേവയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ ലോകത്തിൽ കാണുവാൻ സാധിക്കുന്നു. There are people who are under the custody of the service of Satan. മന്ത്രവാദത്തിനും ആഭിചാരത്തിനും ക്ഷുദ്രത്തിനും അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ ലോകത്തിൽ കാണുവാൻ സാധിക്കും.
There are people who are under the bondage of witchcraft, sorcery and enchantment. മാറാ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. There are people who are under the bondage of chronic diseases. ചില പാരമ്പര്യ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ ലോകത്തിൽ കാണുവാൻ സാധിക്കുന്നു. And there are even people who are under the bondage of traditional sickness. ഭയത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ ലോകത്തിൽ കാണുവാൻ സാധിക്കുന്നു. There are people who are under the bondage of the grip of fear. വിഷാദം അഥവാ ഉത്കണ്ഠ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ കാണുവാൻ സാധിക്കും. There are people who are in despair, caught with depression. തുടർച്ചയായ അപകടങ്ങൾക്കും അനർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ കാണുവാൻ സാധിക്കും. There are people who are haunted by incessant peril and dangers. തൊടുന്നതൊക്കെയും പരാജയമായി അരിഷ്ടതയുടെ ആഴങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെ കാണുവാൻ സാധിക്കും. Some people, whatever they touch, it is going to be wretchedness. They are in its valley and tunnel. ചില മാസങ്ങൾക്കപ്പുറത്ത് മലയാള മനോരമ പത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. Certain months ago, a news was there in the Manorama Daily. ഒരു പെൺകുട്ടിയെ 13 പ്രാവശ്യം പാമ്പ് കൊത്തുവാനിടയായി തീർന്നു. A young girl was stricken by a snake 13 times. അവൾ എവിടെ നിന്നാലും പാമ്പ് ഓടി വന്ന ആ കുട്ടിയെ കൊത്തുകയാണ് ചെയ്യുന്നത്. Wherever the girl is standing, the snake is approaching her and biting her. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? What is happening here? ചില ശാപത്തിന്റെ ശക്തികൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ, People who are subjected to certain powers of curse. രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Tonight, brothers and sisters, heeding unto us. ഇതിലേതെങ്കിലും പാരമ്പര്യങ്ങൾക്കോ ഏതെങ്കിലും പാപത്തിന്റെ ശക്തികൾക്കോ ശാപത്തിനോ രോഗങ്ങൾക്കോ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, If any person has arrived here under the bondage of any sickness, curse, bondage or iniquity, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. tonight the Spirit of God is talking to you. നിന്റെ ഹൃദയത്തിനകത്തൊരു ചോദ്യം ഉയരുന്നുണ്ടായിരിക്കും. A question might arise inside your heart. എനിക്ക് ആരൊരു വിടുതൽ നൽകും? Who will give me deliverance? എനിക്കൊരു വിടുതൽ നൽകുവാൻ ആരെ കൊണ്ട് സാധിക്കും? Who can effect a deliverance for me? വിശുദ്ധ പൗലോസ് ഈ ശബ്ദം കേൾക്കുന്നതായി തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. In the word of God we read that Saint Paul inclines to this cry. ഒരു അരിഷ്ട മനുഷ്യന്റെ നിലവിളി പൗലോസ് കേൾക്കുകയാണ് ചെയ്യുന്നത്. Paul is inclining to the cry of a wretched man. എന്നെ ആർ വിടുവിക്കുമെന്നാണ് ആ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. Oh, who will deliver me here? അരിഷ്ടതയുടെ ആഴങ്ങളിൽ കിടന്ന് നിലവിളിക്കുന്ന മനുഷ്യർ ഒരുപക്ഷെ ഇവിടെ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. Maybe even here men might be stranded in the depths of wretchedness. കർത്താവേ, എന്നെ ആരൊന്ന് വിടുവിക്കൂ. Oh God, who is going to deliver me? ഈ രോഗത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കൂ. Who will deliver me from this sickness? ഈ ശാപത്തിന്റെ കെട്ടുകളിൽ നിന്ന് എന്നെ ആർ വിടുവിക്കൂ. Who will liberate me from the straps of ഈ curse? ആഭിചാരത്തിന്റെ ശക്തികളിൽ നിന്ന് എന്നെ ആരൊന്ന് വിടുവിക്കൂ. Who will rescue me from the powers of witchcraft? എന്നെ വലയം ചെയ്യുന്ന അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്ന് എന്നെ ആർ വിടുവിക്കൂ. Who will set me free from the powers of darkness that encompass me? നീ വിട്ടുമാറുവാൻ ആഗ്രഹിച്ചിട്ട് നിന്നെ പിന്തുടരുന്ന പാപത്തിന്റെ ശക്തിയിൽ നിന്ന് എന്നെ ആർ വിടുവിക്കൂ. From this power of sin that doesn't let me go, even if I eschew it, who is going to deliver me? ഇന്ന് രാത്രി നിന്നെ സഹായിക്കുവാൻ കഴിവുള്ള ഒരു വീണ്ടെടുപ്പുകാരനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. Tonight we introduce to you a Redeemer who is capable to help you. പാതാളത്തിന്റെ അധികാരത്തിൽ നിന്നെ വിടുവിക്കുവാൻ കഴിയുന്നവൻ, He who is able to deliver you from the depths of hell. മരണത്തിന്റെ ശക്തിയിൽ നിന്നെ വിടുവിക്കുവാൻ കഴിയുന്നവൻ, He who is able to deliver you from the powers of death. നരകത്തിൽ നിന്നെ വിടുവിച്ച് സ്വർഗരാജ്യത്തിൽ എത്തിക്കുവാൻ കഴിവുള്ളവൻ, He who is able to deliver you from hell and make you inheritor of heaven. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. That is our Savior Jesus Christ. യേശു ക്രിസ്തുവാണ് നമ്മുടെ നല്ല വീണ്ടെടുപ്പുകാരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. Jesus Christ is a good Redeemer. ഇന്ന് രാത്രി കർത്താവ് യേശു ക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കുവാൻ തീരുമാനിച്ചാട്ട് Tonight you make up your mind to trust in that Jesus. നിങ്ങളെ അടിമപ്പെടുത്തുന്ന ഏത് പ്രശ്നമാണെങ്കിലും ശരി, Whatever be the problem that enslaves you, നിശ്ചയമായിട്ട് നിങ്ങൾക്ക് വിടുതൽ നൽകുവാൻ കർത്താവിനെ കൊണ്ട് സാധിക്കും. surely the Lord is able to set you free. അല്പം മുമ്പ് നമ്മൾ മനോഹരമായ ഒരു സാക്ഷ്യം കേട്ടല്ലോ. A little while earlier we inclined to a beautiful testimony. ഏതെല്ലാം വിധത്തിലുള്ള രോഗത്തിന്റെ ശക്തികൾ തന്നെ വേട്ടയാടിയിരുന്നു. What all powers of sin haunted him. ഒരു വിമോചകനായ ദൈവത്തെ താൻ കണ്ടെത്തുവാനിടയായി തീർന്നു. He is meeting a delivering God. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വിടുവിക്കുന്നവനായ ദൈവമാണ്. Our Lord Jesus Christ is a delivering God. അരിഷ്ടതയുടെ ആഴങ്ങളിൽ കിടന്നുകൊണ്ട് ജോബ് ഇപ്രകാരം പറയുകയാണ് ചെയ്യുന്നത്. In the whirlpool of wretchedness, Job exclaims, എന്നെ വിടുവിക്കുന്നവൻ ജീവിക്കുന്നു, My Redeemer liveth, അവൻ ഒരു നാൾ ഈ പൊടിമേൽ നിൽക്കൂ. and one day he will stand upon the earth. എന്റെ തൊക്കിഞ്ഞിന് നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായിട്ട് അവനെ കാണും. After my skin and body is destroyed, with my flesh I will meet my Redeemer. അതിൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാർ, Therefore, brothers and sisters inclining unto me, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു our Lord Jesus Christ, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. He is our Redeemer. എല്ലാവരും
എല്ലാവർക്കും വീണ്ടെടുപ്പുകാരനായി തീരുവാൻ സാധിക്കത്തില്ല. Or not all can be redeemers. ലോകത്തിൽ അനേക രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നിങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരെ നിങ്ങൾക്ക് അടുപ്പവും പരിചയം ഉണ്ടായിരിക്കും. You might be familiar with lot of political leaders in this world. അനേക സമുദായത്തിന്റെ ആചാര്യന്മാരുമായിട്ടും നിങ്ങൾക്ക് ഒരു പക്ഷേ ബന്ധമുണ്ടായിരിക്കാം. You might be connected to different people who are heading different institutions. അനേക ബുദ്ധി രാക്ഷസന്മാരായ ബുദ്ധിജീവികളുമായിട്ടും നിങ്ങൾക്ക് അടുപ്പം ഉണ്ടായിരുന്നിരിക്കാം. And you might also be familiar with wise scholars. പക്ഷേ ഇവർക്ക് ആർക്കും വീണ്ടെടുപ്പുകാരനായി തീരുവാൻ സാധിക്കത്തില്ല. Howbeit, none of them can be redeemers. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ഒരിക്കലും അവരെ കൊണ്ട് സാധിക്കത്തില്ല. Never can they give solution to the problems in your life. നിന്നെ പിടിമുറുക്കുന്ന പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കുവാൻ, To liberate you from the powers of sin. നിന്നെ അലട്ടുന്ന രോഗത്തിന്റെ ശക്തികൾ നിന്നെ വിടുവിക്കുവാൻ, To deliver you from the powers of sickness. ശാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ, To set you free from the bindings of curse. ശുദ്രത്തിന്റെ ആഭിചാരത്തിന്റെ ശക്തികൾ നിന്നെ വിടുവിക്കുവാൻ, To liberate you from the powers of sorcery and witchcraft. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നെ വിടുവിച്ച് സ്വതന്ത്രരാക്കി തീർക്കുവാൻ, To pull you out and to set you free from the powers of darkness. ഒരു വീണ്ടെടുപ്പുകാരനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. Only a redeemer can do it. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ശരിയായ ഒരു വീണ്ടെടുപ്പുകാരനാകുന്നു. Our Lord Jesus Christ is the right redeemer. ഒരു വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുമ്പോൾ വീണ്ടെടുപ്പുകാരന് ചില യോഗ്യതകൾ ഉണ്ടായിരിക്കണം. A redeemer must have certain qualifications. എല്ലാവർക്കും വീണ്ടെടുപ്പുകാരനായി തീരുവാൻ സാധിക്കത്തില്ല. Not all can be a redeemer. തിരുവെടുത്ത് പറയുമ്പോൾ വീണ്ടെടുപ്പുകാരൻ ഉണ്ടായിരിക്കേണ്ട ചില യോഗ്യതകളെ കുറിച്ച് തിരുവെടുത്തിൽ കാണുവാൻ സാധിക്കുന്നു. In the word of God we come across certain qualifications of a redeemer. വീണ്ടെടുപ്പുകാരന്റെ യോഗ്യതയെ കുറിച്ച് ഗ്രഹിക്കണമെങ്കിൽ നമ്മൾ രൂത്തിന്റെ പുസ്തകത്തിലേക്ക് കടന്നു പോകണം. To comprehend about the qualifications of a redeemer, we must visit the book of Ruth. തിരുവെടുത്തിൽ മനോഹരമായ ഒരു പുസ്തകമാണ് രൂത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. The history of Ruth is a beautiful description in the scripture. ആ രൂത്തിന്റെ ചരിത്രത്തിൽ ഒരു നല്ല വീണ്ടെടുപ്പുകാരനെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നു. In the history of the book of Ruth, we come across a fine redeemer. ക്രൈസ്തവ കോളത്തിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ചരിത്രമാണ് രൂത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. In the Christian world, all of us are familiar with the history of Ruth. ഒരു മോവാബി പെൺകുട്ടിയായ രൂത്തിന്റെ വീണ്ടെടുപ്പിന്റെ ചരിത്രമാണ് രൂത്തിന്റെ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. The redemption or the history of redemption of a Moabite girl, which is Ruth. ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും 4 കഥാപാത്രങ്ങളെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. In this book we come across 4 prominent characters. ഒന്ന് ഒരു യഹൂദ സ്ത്രീയായ നവോമി. First one is the Jewish girl Naomi. 2 ഒരു മോവാബി പെൺകുട്ടിയായ രൂത്ത്. Second one is the Moabite girl Ruth. 3 നവോമിയുടെ ചർച്ചക്കാരനും സമ്പന്നനുമായ യഹൂദ യുവാവായ ബോവസ്. Third one is Boaz, the Jewish young man who was wealthy. 4ാമത് ബോവസിനേക്കാളും അടുത്ത ചർച്ചക്കാരനായ മറ്റൊരു വീണ്ടെടുപ്പുകാരൻ. The fourth person is yet another redeemer who is a more better kinsman than Boaz. ഇങ്ങനെ 4 കഥാപാത്രങ്ങൾ ഈ രൂത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. Thus we are able to meet 4 characters in the book of Ruth. ഒന്ന് ഒരു നവോമിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. First of all we come across a Naomi. 2 ഒരു രൂത്തിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. Secondly we see a Ruth. 3ാമത് ഒരു ബോവസിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. Thirdly a Boaz. 4ാമത് ബോവസിനേക്കാളും അടുത്ത മറ്റൊരു ചർച്ചക്കാരനെ കാണുവാൻ സാധിക്കുന്നു. And fourthly a closer kinsman than Boaz. ഈ പുസ്തകത്തിലെ കഥയുടെ സാരാംശം, ചരിത്രത്തിന്റെ സാരാംശം നമുക്ക് പരിചയമുള്ളതാണ്. The concise matter of the history of his book is familiar to all. ഈ നവോമിയുടെ ഭർത്താവിന്റെ പേര് എലീമലേക്ക് എന്നാകുന്നു. The husband of Naomi is Elimelech. അവർക്ക് 2 ആൺകുട്ടികളുണ്ട്. She had 2 sons. അവർ ബെത്ലഹേം എന്ന് പറയുന്ന യഹൂദ നഗരത്തിലായിരുന്നു പാർത്തിരുന്നത്. They were residing in the Jewish city Bethlehem. എന്നാൽ പെട്ടെന്ന് അവിടെ കഠിനമായ ക്ഷാമം പിടിപെടുവാനിടയായി തീർന്നു. But one day a famine struck the land. ക്ഷാമത്തിന്റെ മൂർധന്യത്തിൽ ഈ കുടുംബം മോവാബ് ദേശത്തേക്ക് പോയി പാർക്കുവാൻ കടന്നുപോയി. At the pinnacle of the famine, they all migrated unto Moab. അവിടെ ചെന്ന് അല്പം നാളുകൾ കഴിയും മുമ്പേ ഈ പിതാവായ എലീമലേക്ക് മരിച്ചു പോകുവാനിടയായി തീർന്നു. After some days over there, the father Elimelech passed away. നവോമി 2 ആൺമക്കളെയും ആ ദേശത്തെ 2 പെൺകുട്ടികൾക്ക് വിവാഹം കഴിച്ചു. Naomi married both of her sons unto 2 girls in that land. അതിലൊരു മരുമകളായിരുന്നു രൂത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. Out of which one daughter-in-law was Ruth. എന്നാൽ വിധിയുടെ വൈപരീത്യം എന്ന് പറയട്ടെ, ഏറെക്കാലം കഴിയും മുമ്പേ ഈ 2 ആൺമക്കളും മരിച്ചുപോയി. Paradoxically enough,
the fate made both these sons to pass away after a while. 3 വിധവമാർ മാത്രം താമസിക്കുന്ന ഒരു ഭവനമായി അത് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. That abode became the place where 3 widows were resting. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ But after some days, ബേത്ലഹേമിലെ ക്ഷാമമൊക്കെ മാറി അവിടെ സമ്പത്തും സമൃദ്ധിയുമായി എന്നുള്ള വാർത്ത അവിടെ കാതുകളിലെത്തി. a news came unto them, the famine of Bethlehem is no more and the city has prospered. നവോമി സ്വദേശമായ ബേത്ലഹേമിലേക്ക് മടങ്ങി പോകുവാൻ തീരുമാനിച്ചു. Naomi made up her mind to revisit her place which is Bethlehem. അവിടെ മരുമകളായ മോവാബ്യ പെൺകുട്ടിയെ രൂത്ത് ഏതു സാഹചര്യത്തിൽ അവളോട് കൂടെ ജീവിക്കുവാൻ അവളെ പിൻഗമിക്കുവാൻ തീരുമാനിച്ചു. Her daughter-in-law Ruth made up her mind to follow her in any situation. അങ്ങനെ നവോമിയും രൂത്തും കൂടെ ബേത്ലഹേമിലേക്ക് മടങ്ങി വന്നു. Thus Ruth and Naomi came back to Bethlehem. അവരെ കൈക്കൊള്ളുവാൻ ആരും ഉണ്ടായിരുന്നില്ല. No one was there to receive them. ജീവിക്കുവാൻ യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. No facilities for their livelihood. അങ്ങനെ അവിടെ വന്നവർ താമസിക്കുമ്പോൾ Thus as they were dwelling അത് there, കൊയ്ത്തിന്റെ കാലഘട്ടമായിരുന്നു. that was the time of the harvest. ഈ രൂത്ത് എന്ന് പറയുന്ന മോവാബ് പെൺകുട്ടി തന്റെ അമ്മായിയമ്മോട് ഇപ്രകാരം പറഞ്ഞു, Ruth the Moabite girl exclaimed unto her mother-in-law, ഞാൻ വയലിലേക്ക് ചെന്നിട്ട് എന്നോട് കരുണ കാണിക്കുന്ന ഒരുത്തന്റെ വയലിൽ പോയി കാലാപറുക്കട്ടെ എന്ന് ചോദിച്ചു. let me go to the field of a person who shows compassion upon me and let me correct the corn. രൂത്ത് ഭാഗ്യവശാൽ ചെന്നത് നവോമിയുടെ ചാർച്ചക്കാരനായ ബോവസിന്റെ വയലിലായിരുന്നു. Fortunately, Ruth reached the field of Boaz, who was a kinsman of Naomi. ബോവസ് അളവില്ലാതെ അവളോട് കരുണ കാണിക്കുകയും അവിടെ കതിർ പറക്കുവാൻ അവളെ അനുവദിക്കുകയും ചെയ്തു. Bountifully, Boaz is now showing compassion unto her and he's permitting to collect the corn. പിന്നീട് ആ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, Thereafter, from the history we comprehend, ഈ ബോവസ് ഈ രൂത്തിനെ വീണ്ടെടുത്ത് അവന്റെ ഭാര്യയാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. Boaz is redeeming this Ruth and he's making up his mind to make her her wife. ബോവസ് അവളെ വീണ്ടെടുത്ത് ഭാര്യയാക്കി തീർക്കുവാൻ ആഗ്രഹിക്കും മുമ്പ് Before Boaz makes up the mind to accept her as a wife, അവളോട് ഒരു കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. he's reminding her one thing in particular. എന്നെക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ ഇവിടെ നിനക്കുണ്ട്. There is a closer kinsman who is better than me. അവൻ നിന്നെ വീണ്ടെടുത്ത് അവന്റെ ഭാര്യയാക്കുന്നെങ്കിൽ ആക്കട്ടെ. If he is going to redeem me and make you his wife, let him do it. ഇല്ല, അവനത് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ വീണ്ടെടുത്തുകൊള്ളാം. If he fails in that mission, I will redeem you. പക്ഷെ അടുത്ത ചാർച്ചക്കാരൻ ആരാണെന്ന് അവിടെ പരാമർശിച്ചിട്ടില്ല. But it is not mentioned there who that kinsman is. അടുത്ത ചാർച്ചക്കാരൻ അവളെ വീണ്ടെടുക്കുവാൻ സാധിച്ചില്ല. The kinsman failed to redeem her. ബോവസ് അവളെ വീണ്ടെടുത്ത് തന്റെ ഭാര്യയാക്കി തീർത്തു. Finally, Boaz redeemed her and made him his wife. ഈ ചരിത്രത്തിലെ ബോവസ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നിഴലാണ്. The Boaz in this history is a shade unto Jesus Christ. ഈ മോവാബ് പെൺകുട്ടിയെ രൂത്ത് ക്രിസ്തുവിന്റെ സഭയ്ക്ക് നിഴലായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. This Moabite girl Ruth is a shadow unto the church of Jesus. ബോവസിനേക്കാളും അടുത്ത ചാർച്ചക്കാരൻ എന്നുള്ളത് ന്യായപ്രമാണമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. This kinsman closer than Boaz is the law. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഒരു വീണ്ടെടുപ്പുകാരനെ കുറിച്ച് നമ്മൾ പഠിക്കുവാൻ. Staying in this background, we must study about a redeemer. രൂത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ When we study the history of Ruth, ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ടായിരിക്കേണ്ട 3 യോഗ്യതകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. we come across the 3 qualifications that a redeemer should own. ഒന്നാമത്, വീണ്ടെടുപ്പുകാരൻ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനായിരിക്കണം. First of all, the redeemer must be the closest kinman. ഏറ്റവും അടുത്തൊരു ചാർച്ചക്കാരന് മാത്രമേ ഒരു വീണ്ടെടുപ്പുകാരനായി തീരുവാൻ സാധിക്കത്തുള്ളൂ. Only the closest kinsman can become a redeemer. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 12-13 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ In Ruth chapter 3, the 12th and the 13th verse, അവിടെ ബോവസ് രൂത്തിനോട് ഇപ്രകാരം പറയുകയാണ് ചെയ്യുന്നത്, there Boaz is saying unto Ruth, ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ. it's true that I am your redeemer. വായിച്ചു നോക്കട്ടെ, രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 12-13 വാക്യം വായിച്ചാൽ. Let us read from the book of Ruth chapter 3, the 12th and the 13th verses. ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ, എങ്കിലും എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഈ രാത്രി താമസിക്കാം, നാളെ അവൻ നിനക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചാൽ കൊള്ളാം. അവൻ നിവർത്തിക്കട്ടെ. വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിപ്പാൻ അവന് മനസ്സില്ലെങ്കിലോ യഹോവയാണ് ഞാൻ നിനക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചു തരാം. ഇവിടെ ബോവസ് രൂത്തിനോട് പറയുകയാണ് ചെയ്യുന്നത്, Here Boaz is telling unto Ruth, ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള സത്യം തന്നെയാകുന്നു. it's true, I am thy redeemer. എങ്കിലും എന്നേക്കാൾ അടുത്തൊരു വീണ്ടെടുപ്പുകാരൻ നിനക്കുണ്ട്. Howbeit there is a redeemer, a kinsman nearer than ഇന്ന് I. രാത്രി നീ ഇവിടെ താമസിക്കണം. Tonight you tarry here. അവൻ വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിക്കട്ടെ. He will perform his part of the redeemer. അവൻ നിവർത്തിച്ചില്ലെങ്കിലോ If he doesn't, ഞാൻ നിന്നെ വീണ്ടെടുത്തുകൊള്ളാം. I will redeem you. അപ്പൊ ഒരു വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുമ്പോൾ So a redeemer means
ഏറ്റവും അടുത്ത ചാർച്ചക്കാരനായിരിക്കും. He must be the closest kinsman. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ In Leviticus chapter 25, അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ ഇസ്രായേലിന് ഇപ്രകാരം ദൈവം ഒരു പ്രമാണം കൊടുത്തിരുന്നു. in verse number 25, God gave a law unto Israel. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നിട്ട് If thy brother be waxen poor അവൻ തന്റെ അവകാശത്തിൽ ഏതാനും വിറ്റുപോയി കഴിഞ്ഞാൽ and had sold away some of his possession, അവന്റെ അടുത്ത ചാർച്ചക്കാരനായ സഹോദരൻ വിറ്റത് വാങ്ങിക്കൊള്ളണം. his kin, the closest kin, must redeem what was purchased. ഇതാണ് വീണ്ടെടുപ്പിന്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്നത്. This is the condition of the redemption. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നിട്ട് If your brother is poor അവൻ തന്റെ അവകാശത്തിൽ ഏതാനും വിറ്റ് കഴിഞ്ഞാൽ and if he sells some of his possession, അവന്റെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ സഹോദരൻ വിറ്റത് വാങ്ങിക്കൊള്ളണം. his closest kinsman must redeem what was sold. ലേവ്യ പുസ്തകം 25-ന്റെ 25-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. Let us read Leviticus chapter 25 verse 25. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവന്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളണം. അവന്റെ അടുത്ത ചാർച്ചക്കാരൻ വന്നത് ആ സഹോദരൻ വിറ്റത് വാങ്ങിക്കൊള്ളണം. His closest kinsman must come and must redeem what was sold by the brother. 47 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ In verses 47 to 49, അവന്റെ പിതൃവ്യനോ his uncle, പിതൃവിന്റെ പുത്രനോ അവനെ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. his uncle's son can also redeem it, അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിൽ അവന്റെ അടുത്ത ചാർച്ചക്കാരിൽ ഒരുത്തിന് വീണ്ടെടുക്കുവാൻ സാധിക്കും. or any that is nigh of the kin in his family can redeem it. അപ്പൊ വീണ്ടെടുപ്പുകാരൻ അടുത്ത ചാർച്ചക്കാരനായിരിക്കണമെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. So the redeemer must be a close relative or a kinsman. ബോവസ് പറഞ്ഞു, ഞാൻ നിന്റെ അടുത്ത ചാർച്ചക്കാരനാകുന്നു. Boaz says, I am your close kin. എന്നാൽ എന്നെക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ നിനക്കുണ്ട്. But there is another relative who is much closer than me. അത് ആരാകുന്നു അടുത്ത ചാർച്ചക്കാരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? Who is that close relative? ആ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ ന്യായപ്രമാണമാണ്. Touching the Jew, the closest relative is the law. ന്യായപ്രമാണത്തിന് നിന്നെ വീണ്ടെടുക്കുവാൻ കഴിയുമെന്നുണ്ടെങ്കിൽ വീണ്ടെടുക്കട്ടെ. If the law can redeem you, let it do it. ന്യായപ്രമാണത്തിന് നിന്നെ വീണ്ടെടുക്കുവാൻ കഴിയുന്നില്ലെങ്കിലോ If the law fails in the mission, ഞാൻ നിന്നെ വീണ്ടെടുത്തുകൊള്ളാം. I will redeem you. ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് 2000 years ago, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നു. our Lord Jesus Christ came down to this world. എന്തിനു വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് കടന്നു വന്നത്? What for did he descend to this world? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. In Romans chapter 8, the 3rd verse, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ to perform which was impossible with the law, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. God sent his son to this world. യേശു എന്തിനു വേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നത്? Why did Jesus come to this world? ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ. To result what was impossible with the law. ന്യായപ്രമാണത്തിന് എന്താണ് കഴിയാതെ പോയത്? What did the law fail to do? ന്യായപ്രമാണത്തിന് ഒരു മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ സാധിച്ചില്ല. A law failed to redeem a man from his sin. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ചടവും നീതീകരിക്കപ്പെട്ടില്ല. By the acts of law, no flesh got justified. ന്യായപ്രമാണത്തിന്റെ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി പ്രാപിക്കുവാൻ സാധിച്ചില്ല. With the sacrifice of law, anyone who approached was not able to get good work. ന്യായപ്രമാണത്തിന് മനുഷ്യനെ അവന്റെ ശാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ സാധിച്ചില്ല. The law failed to liberate man from all the curses. മനുഷ്യന്റെ ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. The law failed to rescue man from the curse. മനുഷ്യനെ സൽഗുണപൂർണ്ണനാക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. It failed to make a man perfect in goodness. മനുഷ്യനെ നീതീകരിക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. It failed to make a man righteous. മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. It failed to redeem a man either. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് അപ്പുറത്ത് ലോകത്തിലേക്ക് കടന്നു വന്നു. 2000 years ago, our Jesus came to this world. അവൻ നമ്മുടെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനായി കടന്നു വന്നു. He came as the closest kin of all. ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിച്ചെടുക്കുവാൻ What the law failed to do to fulfill it. യേശു എന്താണ് നമ്മളോട് പറയുന്നത്? What does Jesus say to us? ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരനുള്ള സത്യം തന്നെയാകുന്നു. I am your redeemer. That is true. ഞാൻ നിന്നെ വീണ്ടെടുത്തിന്റെ സ്വന്തമാക്കിക്കൊള്ളാം. I will redeem you and make you my own. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമ്മുടെ അടുത്ത ചാർച്ചക്കാരനാകുന്നു. Our Lord Jesus Christ is our closest kin. എന്താണ് യേശു അടുത്ത ചാർച്ചക്കാരനാകുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? What is the meaning of Jesus being the closest kin? 2 കൊരിന്ത്യർ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ In 2 Corinthians chapter 1, the 3rd അവിടെ verse, വിശുദ്ധ പൗലോസ് പ്രകാരം പറയുകയാണ്. that Saint Paul says so. ആരാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു? Who is our Lord Jesus Christ? അവൻ മനസ്സലിവുള്ള പിതാവാകുന്നു. He is a compassionate God. നമ്മുടെ യേശു നമ്മുടെ പിതാവാകുന്നു. Our Jesus is our Father. നമ്മുടെ യേശു സാധാരണ പിതാവല്ല. Our Jesus is
no ordinary father. യേശു മനസ്സലിവുള്ള പിതാവാകുന്നു. Jesus is a compassionate father. യേശു നമ്മുടെ പിതൃവ്യനാകുന്നു. Jesus is a father. നമ്മുടെ അടുത്ത ചാർച്ചക്കാരനാകുന്നു. He's a closest relative. യേശു നമ്മളോട് മനസ്സലിവുള്ള പിതാവ്. Jesus is merciful unto us. നമ്മുടെ കർത്താവിന്റെ മനസ്സലിവ് വെളിപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ തിരുവെഴുത്തിൽ കാണുവാൻ In സാധിക്കുന്നുണ്ട്. the word of God there are certain instances that reveals the compassion of our God. യേശു തന്നെ തന്റെ മനസ്സലിവിനെ വെളിപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ ഉപമകളായി പറഞ്ഞിട്ടുണ്ട്. Jesus himself said certain parables that illustrated his compassion. വിശുദ്ധ മത്തായി 18:27 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ In Saint Matthew chapter 18 the 27th verse, അവിടെ ദാസന്മാരുമായി കണക്ക് തീർക്കുന്ന ഒരു രാജാവിനെ കണ്ടെത്തുവാൻ സാധിക്കുന്നു. there we come across a king who settles the account with the servants. ദാസന്മാരുമായി കണക്ക് തീർക്കുന്നവനായ ഒരു രാജാവ്. A king who settles the account with the servant. 18:27 വാക്യത്തിലേക്ക് വരുമ്പോൾ In chapter 18 the 27th verse, ആ യജമാനൻ മനസ്സലിഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. that Lord was moved with compassion. വിശുദ്ധ മത്തായി 18:27 വാക്യം Let വായിക്കാം. us read Saint Matthew chapter 18 the 27th verse. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞു, അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞു, അവന്റെ കടവ് വിളച്ചു കൊടുത്തു, അവനെ വിട്ടയക്കുകയും ചെയ്തു. The Lord of the servant was moved with compassion, loosed him and forgave him the debt. ആ യജമാനൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. That Lord is our Jesus Christ. അവൻ തന്റെ ദാസന്മാരുമായിട്ട് കണക്ക് തീർക്കുകയാണ്. He is settling the accounts with his servant. 10,000 താലന്ത് കടപ്പെട്ട ഒരു മനുഷ്യൻ The one who owed 10,000 talents. അവനോട് പറഞ്ഞു, നിനക്കുള്ളതൊക്കെ വിറ്റ് കടം വീട്ടാൻ പറഞ്ഞു. It is told unto him, sell everything you have and pay the debt. അവന് കടം വീട്ടുവാൻ നിവർത്തിയില്ല. He didn't have the material to pay the debt. എങ്കിലും അവൻ യജമാനന്റെ അരികെ ചെന്ന് ഇപ്രകാരം പറഞ്ഞു, Yet he came unto the master and said so. യജമാനനെ എന്നോട് ക്ഷമിക്കണമേ. Oh master, forgive me. അവൻ വീണ് അവനെ അങ്ങ് നമസ്കരിച്ചു. He fell down and bowed before him. വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, He fell down and bowed and said, യജമാനനെ എന്നോട് ക്ഷമിക്കണമേ, Oh Lord, have patience with me. ഞാൻ വീട്ടിക്കൊള്ളാം. I will pay it. ഈ ശബ്ദം കേട്ടപ്പോൾ On hearing this voice, ആ യജമാനന്റെ മനസ്സലിഞ്ഞു. the heart of the master started melting. അവന്റെ കടമെല്ലാം വിളച്ചു കൊടുത്തു. All the debts were loose. അവനെ സ്വതന്ത്രനായി വിട്ടയച്ചു. And he was set as a free man. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Tonight, brothers and sisters, heeding unto me, നമ്മുടെ സ്വർഗീയ പിതാവിന്റെ മുമ്പിൽ കടക്കാരായിട്ടായിരിക്കും നമ്മളായിരിക്കുന്നത്. we might be debtors before our heavenly Father. ദൈവം തമ്പുരാൻ നമ്മളോട് കണക്ക് ചോദിച്ചാൽ അവന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കാം നമ്മളായിരിക്കുന്നത്. If our Master God asks us to repay the debt, we'll be helpless before him. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ആത്മീയ ജീവിതം ചെയ്യുവാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞിട്ടില്ലായിരിക്കാം. We might not be able to accomplish a spiritual life according to the desire of God. പ്രാർത്ഥിക്കേണ്ട വണ്ണം പ്രാർത്ഥിക്കുവാൻ നമ്മെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. We might have failed to pray in the due way. സ്നേഹിക്കേണ്ട വണ്ണം സ്നേഹിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. We might have failed to love in the right manner. തിരുവെഴുത്തുകളെ ധ്യാനിക്കേണ്ട വിധത്തിൽ ധ്യാനിക്കുവാനോ വായിക്കുവാനോ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. We might have been failed to read and meditate the word of God. ഇന്ന് രാത്രി ആ രാജാവ് നിന്നോട് വിളിച്ച് കണക്ക് ചോദിച്ചാൽ, Oh, tonight if the king settles the account with you, ദൈവം മുമ്പാകെ നീ ഏറ്റു പറയണം. you must confess before God. അവന്റെ കാൽക്കൽ വീണിട്ട് പറയണം, You must fall at his feet and യജമാനനേ, say, ഞാനത് വീട്ടിക്കൊള്ളാം. Oh Lord, I will repay. എന്നോട് ക്ഷമിക്കണമേ യജമാനനെ. Forgive me, Master. എന്റെ പ്രാർത്ഥനാ ജീവിതത്തിലെ കുറവ് ഞാൻ പരിഹരിച്ചു കൊള്ളാം. I will sort the fault in my prayer life. എന്റെ വേദവാഹിനിയിലെ കുറവ് ഞാൻ പരിഹരിച്ചു കൊള്ളാം. I will sort the mission in my word and reading the എന്റെ word of വിശ്വാസ God. ജീവിതത്തിലെ കുറവ് ഞാൻ പരിഹരിച്ചു കൊള്ളാം. I will sort the fault in my faith life. ഇത് നീ പറയുമ്പോൾ തന്നെ ആ യജമാനൻ ഒരു കാര്യം അറിയാം. And when you say this, the master knows one നിന്നെ thing. കൊണ്ട് ഇത്രമാത്രമൊക്കെ സാധിക്കത്തുള്ളൂ. You can just do these things. നിന്റെ പരിമിതികൾ നന്നായിട്ട് അറിയുന്നവനാണ് യജമാനൻ എന്ന് The പറയുന്നത്. master is well aware of your limitation. എങ്കിലും നിനക്കൊരു മനസ്സുണ്ടാവണം. But you must have the ആ mind. യജമാനൻ അരികെ ചെന്ന് പറയണം, വീട്ടിക്കൊള്ള യജമാനെ എന്ന് പറയണം. Go to the master and say, I will pay it back. പരിഹരിച്ചു കൊള്ളാമെന്ന് നീ പറയുന്നുവെന്നുണ്ടെങ്കിൽ If you will say that I will repay it, നിന്നോട് മനസ്സലിക്കുന്നവനായ ഒരു സ്വർഗീയ പിതാവ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. there is a heavenly Father here who will forgive you. നിന്റെ കുറവുകളെ ഇളച്ചു തരുന്നവനായ ഒരു പിതാവ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. There is a God who will have patience with your debts. നമ്മുടെ കർത്താവ് സ്വർഗീയ പിതാവാകുന്നു. Our Lord God is a heavenly Father. അവൻ മനസ്സലിവുള്ളവനായ പിതാവാകുന്നു. He is a compassionate Father. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാകുന്നു. He is a redeemer. അവൻ നമ്മുടെ അടുത്ത ചാർച്ചക്കാരനാകുന്നു. He is a close kin. അത് മാത്രമല്ല, Moreover, നമ്മുടെ കർത്താവിന്റെ മനസ്സലിവ് പ്രകടമാകുന്ന
നിന്ന് മറ്റൊരു സംഭവം കാണുവാൻ സാധിക്കും. There is another instance where the compassion of a master is put into display. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ In St. Luke chapter 15, the 20th verse, അനുതാപത്തോടെ പിതാവിന്റെ അടുക്കലേക്ക് വരുന്ന ഒരു മുടിയനായ പുത്രനെ കാണുവാൻ സാധിക്കുന്നു. a prodigal son with remorse is coming back to the ഈ father. കഥ എല്ലാവർക്കും സുപരിചിതമാണല്ലോ. This story is known to all. അവൻ അപ്പന്റെ അടുക്കൽ നിന്ന് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ പുറപ്പെട്ടു പോയി. He set out from his father to live with liberty. ദുർനടപ്പുകാരോടുകൂടെ ജീവിച്ച് അവന്റെ സകല അവകാശവും നഷ്ടപ്പെടുത്തി കളഞ്ഞു. He lived with the abominable and ruined all his goodness. ഒടുവിൽ ദേശത്ത് ക്ഷാമം ബാധിക്കുവാൻ തുടങ്ങി. Finally, famines took hold of the land. അവന്റെ കയ്യിലെ പണമെല്ലാം തീർന്നുപോയി. He lost all the money that he had. അവന്റെ കൂട്ടുകാരെല്ലാം അവനെ വിട്ട് ദൂരേക്ക് മാറിപ്പോയി. All his friends ran away from him. ജീവിക്കുവാൻ ഒരു നിവർത്തിയുമില്ലാത്ത ഒരു ഘട്ടത്തിൽ അവൻ എത്തിച്ചേർന്നു. He arrived in a state in which there was no way for his livelihood. പന്നികൾക്ക് കൊടുക്കുന്ന വാളവരെയെങ്കിലും തിന്ന് വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. അതും ലഭിച്ചില്ല. He craved to have the food given to the swine, but he failed there too. ഈ സന്ദർഭത്തിൽ അവന്റെ ഹൃദയത്തിൽ ഒരു സുബോധമുണ്ടായി. And now he was sober-minded. എന്റെ അപ്പന്റെ വീട്ടില് In my father's house, എത്രയോ കൂലിക്കാർ തിന്ന് വിശപ്പടക്കുന്നു. there are plenty of laborers who eat. ഞാൻ അപ്പന്റെ പൊന്നോമന പുത്രനായിരുന്നു. I was the beloved son of my father. ഞാൻ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. I ruined everything. ഇപ്പോൾ ഞാൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഇരക്കുന്നു. Now I'm pleading, begging for one morsel of ഞാൻ food. എന്റെ അപ്പന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലും. I will go back to my father. എന്നിട്ട് അപ്പനോട് ഞാൻ ഇപ്രകാരം പറയും, And I will say to my father so, അപ്പാ, Oh father, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. I have sinned against you and heaven. നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ലപ്പാ. No, I'm no longer worthy to be called thy son. നിന്റെ കൂലിക്കാരിൽ ഒരാളെ പോലെ എന്നെ കരുതിക്കൊള്ളണമേ. Lord, consider me one of your servants. തീരുമാനത്തോടെ അവൻ അപ്പന്റെ അടുക്കലേക്ക് കടന്നുപോയി. With a decision, he came to his father. അപ്പൻ ദൂരത്തു നിന്ന് തന്നെ ആ കാഴ്ച കണ്ടു. From a distance, the father is beholding. തന്റെ പൊന്നോമന പുത്രൻ നടന്നു വരുന്നു. His beloved son is approaching him, എല്ലാം നഷ്ടപ്പെട്ടവനായി, squandering all, ജീവിതത്തിൽ തകർന്നവനായി, broken in life, എല്ലാവരാലും കൈവിടപ്പെട്ടവനായി, left behind by all. ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചു. The father ran and hugged him. അവന്റെ കവിളുകളെ തെരുതെരെ ചുംബിച്ചു. Oh, he kissed his cheek. അവന്റെ വിരലുകളിൽ മോതിരം അണിയിച്ചു. A ring was made to wear in his അവന്റെ finger. പാദങ്ങളിൽ ചെരുപ്പിടിപ്പിച്ചു. A sandals were put in his feet. അവന് പുതിയ വസ്ത്രം ധരിപ്പിച്ചു. New clothes were put on. ആ പിതാവ് വിളിച്ചു പറയുക, The father called ഈ out, എന്റെ മകൻ മരിച്ചവനായിരുന്നു, This my son was ഇപ്പോൾ dead, ഇതാ അവൻ ജീവിക്കുന്നു. but now he's നാം alive. സന്തോഷിക്കുക. Let's rejoice. ഇന്ന് രാത്രി മനസ്സലിവുള്ള ഒരു പിതാവ് നമുക്കുണ്ട്. Tonight we have a compassionate father. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ദൈവത്തെ വിട്ട് നീ പോയിട്ടുണ്ടായിരിക്കാം. The last days you might have run away from this God. നിന്റെ സ്വന്തം വഴികളിലും സ്വന്തം താല്പര്യത്തിലും You ജീവിച്ചിട്ടുണ്ടായിരിക്കാം. might have lived in your own whims and fancy, നിന്റെ സകല അവകാശവും നഷ്ടപ്പെടുത്തിയ ഒരു അവസ്ഥയിലായിരിക്കും നീ ജീവിക്കുന്നത്. losing all your inheritance you might be living. എല്ലാവരും നിന്നെ കൈവിട്ട് കളഞ്ഞിട്ടുണ്ടായിരിക്കാം. All might have abandoned you. പക്ഷെ നിന്റെ അടുത്തൊരു ചാർച്ചക്കാരൻ ജീവിക്കുന്നുണ്ട്. Oh, but there is a close kin living for you. ഒരു സ്നേഹവാനായ പിതാവ്, A loving ഒരു father. മനസ്സലിവുള്ളവനായ പിതാവ് നിനക്കുണ്ട്. There is a compassionate father for ആ you. പിതാവിന്റെ അടുക്കൽ ചെന്നിട്ട് നീ പറയണം, You go to that father and say, നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. Father, I'm not worthy to be called thy son. നിന്നെ കണ്ട് മനസ്സലിഞ്ഞ് സ്വീകരിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. There is a compassionate father who will be moved on seeing you. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, Tonight you understand. വീണ്ടെടുപ്പുകാരൻ അടുത്ത ചാർച്ചക്കാരനായിരിക്കണം. The Redeemer must be a close kinsman. നമ്മുടെ യേശു നമ്മുടെ സ്വർഗീയ പിതാവാണ്. Our Jesus is our heavenly അവൻ father. മനസ്സലിവുള്ളവനായ പിതാവാകുന്നു. He is a compassionate father. അവൻ മടങ്ങി വരുന്നവനെ കണ്ട് മനസ്സലിയുന്നവനാണ്. He is moved with compassion on the ones who are അവൻ returning. കരഞ്ഞ് ക്ഷമ ചോദിക്കുന്നവനെ കണ്ട് മനസ്സലിയുന്നവനാണ്. He is moved with compassion on those who die with tears and forgive. അവൻ രോഗികളെ കണ്ട് മനസ്സലിയുന്നവനാണ്. He is moved with compassion on seeing the sick. അവൻ വിശക്കുന്നവരെ കണ്ട് മനസ്സലിയുന്നവനാണ്. He is moved with compassion on seeing the hungry. നമ്മുടെ യേശു മനസ്സലിവുള്ളവനായ പിതാവാണ്. Our Jesus is a compassionate God. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Therefore, dear brothers and sisters, ഒരു ചാർച്ചക്കാരൻ, ഒരു വീണ്ടെടുപ്പുകാരൻ അടുത്ത ചാർച്ചക്കാരനായിരിക്കണം. a Redeemer must be a close നമ്മുടെ kinsman. കർത്താവ് നമ്മുടെ സ്വർഗീയ പിതാവ്. Our Lord Jesus Christ is our heavenly Father. രണ്ടാമത് നമ്മുടെ യേശു എന്ന് പറയുമ്പോൾ Secondly, our Jesus അവൻ means നമ്മുടെ മൂത്ത
സഹോദരനാകുന്നു. He is our elder brother. നമ്മുടെ സ്വർഗീയ കുടുംബത്തിലെ ഏറ്റവും മൂത്ത സഹോദരനാണ് നമ്മുടെ യേശു എന്ന് പറഞ്ഞിരിക്കുന്നത്. Jesus is the eldest of our heavenly family. ദൈവ കുടുംബത്തിന്റെ ആദ്യ ജാതനാണ് യേശു എന്ന് പറഞ്ഞിരിക്കുന്നത്. Jesus is the firstborn of the family of God. എബ്രായലേഖനം 2-11 വരുമ്പോൾ In Hebrews chapter 2, the 11th verse, അതുകൊണ്ട് അവൻ അവരെ സഹോദരൻ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല എന്ന് വായിക്കുന്നു. therefore he is not ashamed to call them brethren. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ കുടുംബത്തിലെ മൂത്ത സഹോദരൻ. Our Jesus Christ is our elder brother in our family. ആ സഹോദരൻ നമ്മെ സഹോദര എന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല. That brother is not ashamed to call us brother. ദൈവ കുടുംബത്തിന്റെ തലയാകുന്നു യേശു എന്ന് പറയുന്നത്. Jesus is the head of the family of ഈ God. കുടുംബത്തിലെ ആദ്യ ജാതനാണ് യേശു എന്ന് പറയുന്നത്. Jesus is the firstborn of this family. യേശു ഈ കുടുംബത്തിലെ മൂത്ത സഹോദരൻ. Jesus is the elder brother of this family. ആകയാൽ യേശു നമ്മുടെ സഹോദരനാണ്. Therefore Jesus is our brother. ഈ ആദിജാതനായ മൂത്ത സഹോദരൻ എന്ത് ചെയ്തെന്നറിയാമോ? You know what this firstborn elder brother did? അവൻ നമുക്ക് മുമ്പേ സ്വർഗത്തിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. Before us he ascended to heaven സ്വർഗത്തിൽ നമുക്കൊരു വാസസ്ഥലം ഒരുക്കുവാൻ വേണ്ടി. to prepare a dwelling place for us in heaven. ഈ മൂത്ത സഹോദരൻ നമ്മളോട് എന്താണ് വിളിച്ചു പറയുന്നത്? What does this elder brother call out to us? എന്റെ കാൽച്ചുവടുകളെ നിങ്ങൾ പിന്തുടരുവാൻ തീരുമാനിക്കുവീൻ. You decide to follow my footsteps. എന്റെ പിന്നാലെ നിങ്ങൾ വരുവാൻ തുടങ്ങുവീൻ. Start to follow me. യേശു നമ്മുടെ മൂത്ത സഹോദരൻ. Jesus is our elder brother. അവൻ ദൈവ കുടുംബത്തിലെ ആദ്യ ജാതൻ. He is the firstborn of the heavenly family. അവൻ മനസ്സലിവുള്ള സ്വർഗീയ പിതാവ്. He is a compassionate heavenly അവൻ God. നമ്മെ വീണ്ടെടുക്കുവാൻ കഴിവുള്ളവൻ. He is worthy, capable to deliver us. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ അടുത്ത ചാർച്ചക്കാരനായിരിക്കും. Our redeemer must be a close kinsman. രണ്ടാമത് വീണ്ടെടുപ്പുകാരന്റെ യോഗ്യത എന്ന് പറയുമ്പോൾ Secondly, the qualification of a redeemer is രൂത്തിന്റെ പുസ്തകം 4-4 വരുമ്പോൾ in Ruth chapter 4 verse 4. വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുക്കുവാൻ മനസ്സുള്ളവനായിരിക്കണം എന്ന് നമ്മൾ വായിക്കണം. A redeemer must be willing to redeem. ഒരു വീണ്ടെടുപ്പുകാരന്റെ രണ്ടാമത്തെ യോഗ്യത വീണ്ടെടുക്കുവാൻ മനസ്സുള്ളവനായിരിക്കണം. The second qualification of a redeemer is he must have the mind to redeem. രൂത്തിന്റെ പുസ്തകം 4-4 നമുക്ക് വായിക്കാം. Let us read Ruth chapter 4, the 4th verse. നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കാം. വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടതിന് എന്നോട് പറക. നീയും നീ കഴിഞ്ഞിട്ട് ഞാനും അല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല. പ്രിയ ദൈവമക്കളെ, അടുത്ത ചാർച്ചക്കാരനോട് ബോവസ് പറയുകയാണ് ചെയ്യുന്നത്. Beloved, once Boaz is saying unto the close kinsman, വീണ്ടെടുക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്ക. if you have the mind to redeem, please do redeem. യേശു ന്യായപ്രമാണത്തെ നോക്കി വിളിച്ചു പറയുകയാണ്. Beholding the Lord Jesus say, നിനക്ക് വീണ്ടെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്ക. if you are willing to redeem, you redeem. എന്താ വീണ്ടെടുക്കാൻ മനസ്സുണ്ടെന്ന് പറയാൻ കാരണമെന്നറിയാമോ? You know why it's said that if you have the mind to redeem? രൂത്തിന്റെ പുസ്തകം 4-6 വരുമ്പോൾ In Ruth chapter 4, the 6th ഒരു verse, വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്നത് a redeemer is അവൻ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടവനാണ്. he must lose his own inheritance. സ്വന്തം അവകാശം നഷ്ടമാക്കിയെങ്കിലേ വീണ്ടെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. Only if he lose his own inheritance can he redeem. രൂത്തിന്റെ പുസ്തകം 4-6 വായിക്കാം. Let us read Ruth chapter 4, the 6th verse. അതിന് വീണ്ടെടുപ്പുകാരൻ എനിക്കത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല. എന്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും. ഒരുത്തൻ വീണ്ടെടുത്താൽ അവൻ തന്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും. If one must redeem, he must ruin his own inheritance. നമുക്ക് തന്നെ സ്വാഭാവികമായിട്ട് ചിന്തിക്കാമല്ലോ. Sometimes we ourselves can reflect. നമ്മുടെ കുടുംബത്തിൽ അനിയനുണ്ടെന്നിരിക്കട്ടെ. Suppose a younger brother is there in a family. അവൻ കുറച്ച് അവന്റെ വസ്തുവകയെല്ലാം വിറ്റിട്ട് അവൻ ദരിദ്രനായി തീർന്നാല്, Imagine if had he sold his possession and became poor, അവൻ വിറ്റ വസ്തു നമുക്ക് വിലയ്ക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ the possession that he sold for us to buy it, നമ്മുടെ കുറെ അവകാശം പോയേ പറ്റത്തുള്ളൂ. we have to give away our possession. അവൻ 25,000 രൂപയ്ക്ക് വിറ്റ് നമ്മൾ 50,000 രൂപയ്ക്ക് വാങ്ങിക്കേണ്ടി വരും. What he sells for 25,000, we must buy for 50,000. വീണ്ടെടുപ്പുകാരൻ അവകാശം നഷ്ടമാക്കിയെങ്കിലേ മറ്റവനെ വീണ്ടെടുക്കാൻ സാധിക്കത്തുള്ളൂ. Only if the redeemer loses his inheritance can the other person buy it. ന്യായപ്രമാണം പറയുന്നു എനിക്കത് സാധിക്കത്തില്ല. The law says I cannot do it. പക്ഷെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു എന്താണ് പറയുന്നത്? But what did our Lord Jesus Christ say? അവൻ വീണ്ടെടുക്കുവാൻ മനസ്സുള്ളവനാണ്. He is willing to redeem. അതിനുവേണ്ടിയാണ് അവൻ തന്റെ സ്വന്തം അവകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞത്. For that he squandered his own inheritance. ഫിലിപ്പിലേഖനം 2-ാം വരുമ്പോൾ In Philippians chapter 2, അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. in verses 6 onwards, അവൻ ദൈവ സ്വരൂപത്തിലിരിക്കെ while he was in the image of God, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ he didn't want to hold it equal to God. ദാസരൂപമെടുത്ത് Took the form of a servant, മനുഷ്യ സാദൃശ്യത്തിലായി taking the image of a man, തന്നെത്താൻ ഒഴിച്ച് emptying himself, വേഷത്തിൽ
മനുഷ്യനായി വിളകി He took the form of a man and manifested മരണത്തോളം, to death. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. He became obedient till the death of the cross. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Dear brothers and sisters, inclining to me, നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുക്കുവാൻ for our Lord Jesus Christ to redeem us, തന്റെ സ്വർഗീയ അവകാശം നഷ്ടമാക്കി, He lost His heavenly inheritance. ദൈവത്തോടുള്ള സമത്വം നഷ്ടമാക്കി, He lost His equivalence to God. ദൈവസ്വരൂപം നഷ്ടമാക്കി, He lost the form of God. അവൻ മനുഷ്യന്റെ സാദൃശ്യത്തിലായി തീർന്നു. He took the form of a man. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ആരായിരുന്നു? Who was our Jesus നമ്മുടെ Christ? കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നു. Our Jesus was wealthy. അവൻ സകലം സൃഷ്ടിച്ചവനായ He was the ദൈവമാണ്. creator of all. തിരുവെഴുത്ത് ഇപ്രകാരം വിളിച്ചു പറയുന്നു, The word of God declares, അവൻ മുഖാന്തരമാണ് സകലത്തെയും ഉളവായത്. through Him all was created. ഉളവായതൊന്നും അവനെ കൂടാതെയല്ല. Everything that was created was not without Him. സ്വർഗത്തിലുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ, Upon heaven and earth, ദൃശ്യമാകട്ടെ ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ, seen and invisible, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ, thrones or dominion, വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, principalities or authority. സകല അവൻ മുഖാന്തരമുളവായി. Everything was formed through Him. അവന് കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. Without Him, nothing is in existence. ഇന്ന് ഈ ലോകത്തിൽ കാണുന്നതിനൊക്കെ ഈ കാരണഭൂതൻ നമ്മുടെ യേശുവാണ്. Jesus is the reason behind everything in this world. യേശു സൃഷ്ടാവായ ദൈവമാണ്. He is the creator God. യേശു സമ്പന്നനായ ദൈവമാണ്. He is the wealthy God. കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Brothers and sisters, heeding unto me, നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുക്കുവാൻ our Jesus to redeem us, അവൻ തന്റെ സ്വന്തം അവകാശത്തെ നഷ്ടമാക്കി. He ruined His own inheritance. അവൻ ദരിദ്രനായി ലോകത്തിൽ അവതരിച്ചു. Being poor, He incarnated in this അവൻ world. ദൈവസമത്വം വെടിഞ്ഞു. He reduced the equivalency with God. മനുഷ്യ സാദൃശ്യത്തിനായി ലോകത്തിലേക്ക് കടന്നു വന്നു. Taking the form of a man, He manifested in this world. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയാധിയ മക്കളെ, Therefore, beloved people, inclining to me, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു our Lord Jesus Christ, അവൻ വീണ്ടെടുക്കുവാൻ മനസ്സുള്ളവനാണ്. He has got the mind to redeem. ആകയാൽ ഇന്ന് രാത്രി കർത്താവിന്റെ അടുത്തേക്ക് കടന്നു വരാം. Therefore, tonight shall we approach our കർത്താവേ, Lord. എന്നെ വീണ്ടെടുക്കണമേ. Oh God, redeem me. നമ്മുടെ കർത്താവ് പാപത്തിൽ നമ്മെ വീണ്ടെടുക്കണം. Our God is redeeming us from sin, നമ്മുടെ കർത്താവ് അതിക്രമത്തിൽ നമ്മെ വീണ്ടെടുക്കണം. redeeming from iniquity, നമ്മുടെ കർത്താവ് അകൃത്യത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കണം. redeeming from transgression, നമ്മുടെ കർത്താവ് പാരമ്പര്യങ്ങളിൽ നമ്മെ വീണ്ടെടുക്കുന്നു. redeeming from tradition, നമ്മുടെ കർത്താവ് പാതാളത്തിന്റെ അധികാരത്തിൽ നമ്മെ വീണ്ടെടുക്കുന്നു. redeeming from the authority of hell. മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുക്കുന്നു. He redeems from among men. ഇന്ന് രാത്രി ഞാൻ മനസ്സിലാക്കുന്നത്, Tonight, what we understand, ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. the congregated people of God are the redeemed ones. ഏറിയ പങ്കും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. The lion's share are the redeemed people. ആരാ നമ്മളെ വീണ്ടെടുത്തത്? Who redeemed us? നമ്മുടെ അടുത്ത ചാർച്ചക്കാരനായ യേശു. Our close kinsman Jesus. അവൻ നമ്മെ വീണ്ടെടുക്കുവാൻ എന്താണ് ചെയ്തത്? What did He do to redeem us? അവൻ തന്റെ സ്വന്തം അവകാശത്തെ കളഞ്ഞു. He gave up His own inheritance. അവൻ നമ്മെ വീണ്ടെടുക്കുവാൻ മനസ്സുള്ളവനായിരുന്നു. He had the mind to redeem us. അവൻ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. He redeemed us from sin, അകൃത്യത്തിൽ നിന്ന് വീണ്ടെടുത്തു. from iniquity, അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു. from transgression, പാരമ്പര്യങ്ങളിൽ നിന്ന് വീണ്ടെടുത്തു. from tradition, സാത്താന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുത്തു. from satanic power, പാതാളത്തിൽ നിന്ന് വീണ്ടെടുത്തു. from hell, മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തു. among men, നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തിരിക്കുന്നു. made us the children of ഇന്ന് God. രാത്രി എന്നെ കേൾക്കുന്ന ദൈവ സഹോദരി സഹോദരന്മാർ, Tonight, brothers and sisters, inclining to me, ഇന്ന് രാത്രി ഒരുപക്ഷെ ഈ വീണ്ടെടുപ്പ് സാധ്യമായിട്ടില്ലെങ്കിൽ, maybe if you're not redeemed tonight, അരിഷ്ടതയുടെ ആഴങ്ങളിൽ നീ ജീവിക്കുന്നുവെങ്കിൽ, if you're still lingering in the depths of iniquity, വീണ്ടെടുപ്പാൻ കഴിവുള്ളവനായ ഒരു ദൈവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. we introduce to you a God is able to അതേ, നീ redeem. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ ഉദ്ധരിക്കുവാൻ കഴിവുള്ളവൻ, He is able to deliver you from the state you നിന്നെ are. സൗഖ്യമാക്കുവാൻ കഴിവുള്ളവൻ, He is able to heal നിന്നെ you. വിടുവിക്കുവാൻ കഴിവുള്ളവൻ, He is able to liberate നിന്നെ you. വീണ്ടെടുക്കുവാൻ മനസ്സുള്ളവൻ. He has got the mind to deliver മൂന്നാമത്തെ you. വിഷയത്തിലേക്ക് ഞാൻ കടന്നു പോകട്ടെ. Let me step into the third ഒരു matter. വീണ്ടെടുപ്പുകാരന്റെ മൂന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത്, The third qualification of a redeemer അവൻ is വീണ്ടെടുക്കുവാൻ പ്രാപ്തനായിരിക്കണം എന്ന് വായിക്കുന്നു. he must be worthy to deliver. എല്ലാവർക്കും വീണ്ടെടുക്കാൻ സാധിക്കത്തില്ല. Not all can redeem. ഒന്നാമത് വീണ്ടെടുപ്പുകാരൻ അടുത്ത ചാർച്ചക്കാരനായിരിക്കണം. First of all, the redeemer must be a kinsman. രണ്ടാമത് വീണ്ടെടുക്കുവാൻ അവന് മനസ്സുണ്ടായിരിക്കണം. Secondly, he must be willing to redeem. മൂന്നാമത് വീണ്ടെടുക്കുവാൻ അവൻ പ്രാപ്തനായിരിക്കണം. Thirdly, he must be worthy to redeem. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കാം. Let us read Ruth chapter 4, the 6th verse. അതിന് വീണ്ടെടുപ്പുകാരൻ എനിക്കത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല. അടുത്തത്. എന്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും. പ്രിയ മക്കളെ, അടുത്തത്. ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തുകൊള്ളുക. പ്രിയ മക്കളെ, വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുക്കുവാൻ പ്രാപ്തനായിരിക്കണം എന്നിവിടെ കാണുവാൻ
വീണ്ടെടുക്കുവാൻ സാധിക്കുന്നു. The Redeemer must be worthy to redeem. ഇവിടെ ന്യായപ്രമാണം എന്താണ് വിളിച്ചു പറയുന്നത്? What does the law എനിക്ക് proclaim? വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല. I cannot redeem. ആകയാൽ ഞാൻ വീണ്ടെടുക്കാൻ നീ വീണ്ടെടുത്തുകൊള്ളുക. Therefore, I'm not doing it, you redeem. ന്യായപ്രമാണത്തിന് വീണ്ടെടുക്കുവാൻ പ്രാപ്തിയില്ലായിരുന്നു. The law was unworthy to redeem. പക്ഷെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന് വീണ്ടെടുക്കുവാൻ പ്രാപ്തിയുണ്ട്. But our Lord Jesus Christ is worthy. യേശു വീണ്ടെടുക്കുവാൻ കഴിവുള്ളവനാണ്. Jesus is capable to redeem. നമ്മെ വീണ്ടെടുക്കുവാൻ കർത്താവ് എന്താണ് കൊടുത്തത്? What did the Lord give to redeem us? പത്രോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ When we visit the epistle of Saint Peter, 1 പത്രോസ് 1:18 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, in 1 Peter the 18th verse we read it. നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് What we are redeemed. പൊന്നും വെള്ളിയും കൊണ്ടല്ല വീണ്ടെടുത്തിരിക്കുന്നത്. It is not with gold or silver. പണം കൊടുത്തല്ല നമ്മളെ വാങ്ങിച്ചിരിക്കുന്നത്. We are not redeemed with money. പണം കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലേ If we are bought with money, നമുക്കറിയാമല്ലോ എന്ത് സംഭവിക്കുമെന്ന്. we know what happens. ആൾക്കാരൊക്കെ പൊന്നൊക്കെ വാങ്ങിച്ച് ലോക്കറിനകത്ത് വെക്കുകയാണ്. Today people are buying the gold and putting it inside the കുറച്ച് നാൾ lockers. കഴിയുമ്പോൾ പത്രത്തിൽ ഒരു വാർത്ത വരും, After a while a news will come in the daily. പൊന്നിന്റെ വില ഇടിഞ്ഞു പോയെന്ന്. The currency of the gold has dimmed. ഇത് കേൾക്കുമ്പോഴേ ഇവിടെ ഹൃദയത്തിനകത്ത് ഭാരമുണ്ട്. On hearing this you'll be burdened in the heart. ചില ഷെയർ മാർക്കറ്റിലേക്ക് പോയിട്ട് ഷെയർ ഒക്കെ വാങ്ങിച്ചു കൂട്ടി വെക്കുകയാണ്. They are going to the share market and mustering their share. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. Have got tall dreams. 50,000 രൂപ കൊടുത്ത് ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാലേ With $50,000 if they brought a share, എനിക്ക് 1.5 ലക്ഷം രൂപ കിട്ടുമെന്നാ ചിന്തിക്കുന്നത്. suppose I get 1 lakh currency. പെട്ടെന്ന് വാർത്ത വരുന്നു, All of a sudden the news comes. ഷെയർ മാർക്കറ്റ് താഴേക്ക് ഇടിഞ്ഞു പോയെന്ന്. The share market has collapsed. പൊന്നും വെള്ളിയും കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാല് If you are bought with gold and silver, കുറച്ചു നാൾ കഴിയുമ്പോൾ അതിന്റെ മൂല്യം നഷ്ടപ്പെട്ടു പോകും. after a while the value will be ruined. നമ്മുടെ കർത്താവ് നമ്മളെ വിലക്കെടുത്തത്, Our Lord Jesus Christ bought നമ്മുടെ us. കർത്താവ് നമ്മളെ വീണ്ടെടുത്തത് Our Lord Jesus Christ redeemed us. പൊന്നും വെള്ളിയും കൊണ്ടല്ല, Not with gold or silver. മറിച്ച് വിലമതിക്കുവാൻ കഴിയാത്ത കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാകും. Instead with the invaluable blood of the Lamb. യേശുവിന്റെ രക്തം കൊണ്ടാണ് നമ്മളെ വിലക്കെടുത്തത്. We are redeemed with the blood of Jesus. എന്താണ് ആ രക്തത്തിന്റെ പ്രത്യേകത? What is the speciality of that blood? അത് നിഷ്കളങ്കമായ രക്തം, That is an immaculate blood. പാപത്തിന്റെ അംശമില്ലാത്ത രക്തം, No iota of sin is there. അത് പുണ്യാഹ രക്തം, That is a pure അത് blood. വിലമതിക്കുവാൻ കഴിയാത്ത രക്തം. That is an invaluable blood. എന്ന് വെച്ചാൽ യേശുവിന്റെ രക്തം വിലയേറിയ രക്തമാണ്. Which means the blood of Jesus is a precious one. വിലമതിക്കുവാൻ കഴിയാത്ത യേശുവിന്റെ രക്തം, It cannot be estimated. പാപത്തിന്റെ അംശമില്ലാത്ത രക്തം, No iota of sin is present. അത് പുണ്യാഹ രക്തം എന്ന് പറഞ്ഞിരിക്കുന്നു. That is a precious pure blood. എന്താണ് യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത? What is the speciality of the blood of Jesus? യേശുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്ന The രക്തമാണ്. blood of Jesus washes our sin. യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ നിന്റെ രക്തം കൊണ്ട് എന്റെ പാപങ്ങളെ കഴുകിക്കളയണമേ. Pray unto Jesus, oh Lord, wash away my sin. ആ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്നു. That blood is cleansing our sin. യേശുവിന്റെ രക്തം നമ്മളെ പാപം പോക്കുന്ന The രക്തമാണ്. blood of Jesus removes the stains of sin. യേശുവിന്റെ രക്തം നമ്മെ നീതീകരിക്കുന്ന രക്തമാണ്. The blood of Jesus justifies us. യേശുവിന്റെ രക്തം നമ്മെ വിശുദ്ധീകരിക്കുന്ന രക്തമാണ്. The blood of Jesus makes us holy. യേശുവിന്റെ രക്തം സാത്താന്റെ തലയെ തകർക്കുന്ന രക്തമാണ്. The blood of Jesus destroys the head of Satan. യേശുവിന്റെ രക്തം സമാധാനം നൽകുന്ന രക്തമാണ്. The blood of Jesus commands peace. യേശുവിന്റെ രക്തം നമ്മെ നിരപ്പിക്കുന്ന രക്തമാണ്. The blood of Jesus restitutes us. യേശുവിന്റെ രക്തം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന രക്തമാണ്. The blood of Jesus draws us closer to God. യേശുവിന്റെ രക്തം നമ്മെ വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന The രക്തമാണ്. blood of Jesus takes us to the holy sanctuary. യേശുവിന്റെ രക്തം നമ്മെ ക്രിസ്തുവിന്റെ സഭ കാന്തയാക്കുന്ന രക്തമാണ്. The blood of Jesus makes us the bride, the church of Christ. യേശുവിന്റെ രക്തം വിലമതിക്കുവാൻ കഴിയാത്ത രക്തമാണ്. The blood of Jesus is an invaluable one. പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ സാധിക്കുമോ? With gold and silver, can you do it? എത്ര കോടി ഡോളർ വേണമെങ്കിലും കൊടുക്കാമെന്നിരിക്കട്ടെ, Let you give millions of dollars. പാപം പോക്കാൻ സാധിക്കുമോ? Can you purge the sins? നീതീകരിച്ച ദൈവം മുമ്പാകെ നിർത്തുവാൻ സാധിക്കുമോ? Can it justify you and present you in the presence of God? പണത്തിനൊരു മനുഷ്യനെ വിശുദ്ധനാക്കുവാൻ സാധിക്കുമോ? Can money make a man holy? പണം കൊണ്ട് സാത്താനെ തോൽപ്പിക്കുവാൻ സാധിക്കുമോ? Can Satan be destroyed with പണം money? കൊണ്ട് സമാധാനത്തെ തരുവാൻ സാധിക്കുമോ? Can money win peace? പണം കൊണ്ട് ദൈവത്തോട് അടുപ്പിക്കുവാൻ സാധിക്കുമോ? Can money draw you nigh to God? പണം കൊണ്ട് നമ്മെ ദൈവത്തോട് നിരപ്പിക്കുവാൻ സാധിക്കുമോ? Can money restitute you with പണം God? കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകുവാൻ സാധിക്കുമോ? Can money help you to go to heaven? പണം കൊണ്ട് ക്രിസ്തുവിന്റെ കാന്ത അഥവാ മണവാട്ടിയായി തീരുവാൻ സാധിക്കുമോ? With money, can you become the bride of പണം Christ? കൊണ്ട് ഇതൊന്നും സാധിക്കത്തില്ല.
no, money doesn't help. എന്നാൽ യേശുവിന്റെ രക്തം, But the blood of Jesus, അത് വിലയേറിയ രക്തം. that is the precious ആ one. രക്തം കൊടുത്താണ് നമ്മളെ കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നത്. The Lord has redeemed us with that blood. ഈ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ This redemption means തിരുവെഴുത്തിൽ 3 അർത്ഥങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ the സാധിക്കും. word of God attributes 3 meanings. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തം വില നൽകിയുള്ള വീണ്ടെടുപ്പിന് 3 ഭാഗങ്ങളുണ്ട്. The blood of Jesus, it gives the money and it gives us 3 parts. ഒന്നാമത് വീണ്ടെടുപ്പ് വില എന്ന് പറയുമ്പോൾ First of all, the redemption means അത് മറുവിലയാകുന്നു എന്ന് കാണുവാൻ സാധിക്കും. that is the ransom. രണ്ടാമത് അത് പ്രായശ്ചിത്ത ദ്രവ്യമാകുന്നു എന്ന് കാണുവാൻ സാധിക്കും. Second, it's the propitiation. 3 അത് ഉദ്ധാരണ ദ്രവ്യമാകുന്നു എന്ന് കാണുവാൻ സാധിക്കും. Thirdly, it is the ones that repays the അങ്ങനെ നമ്മുടെ price. കർത്താവ് നമ്മെ വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ Therefore, when our Lord liberates us, ഒന്നാമത് അത് മറുവിലയായി തീരുകയാണ്. first of all, that is the ransom. എന്താണ് മറുവില എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? What do you mean by ransom? വിശുദ്ധ മർക്കോസ് 10:45 വരുമ്പോൾ In Mark chapter 10, the 45th verse, യേശുവിന്റെ രക്തം മറുവിലയായി കൊടുത്ത് നമ്മെ വീണ്ടെടുത്തു എന്ന് the വായിക്കുന്നു. blood of Jesus was paid as the ransom and we were redeemed. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനല്ല, The Son of Man came not to be redeemed, ശുശ്രൂഷ ചെയ്യിക്കുവാനും He came to minister അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. and to give His life as a ransom for many. 1 തിമോഥെയോസ് 2:5-6 വരുമ്പോൾ In 1 Timothy chapter 2, the 5th and the 6th verse, അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: there we read so, ദൈവം ഒരുവനല്ലോ, for God is one, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, and one mediator between God and man, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന പുത്രനായ ക്രിസ്തു തന്നെ. Christ Jesus, who became a ransom for all. യേശുവിന്റെ രക്തം മറുവിലയായി തീർന്ന രക്തമാണ്. The blood of Jesus became the ransom price. എന്താണ് മറുവില എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? What do you mean by that propitiation? അത് ബന്ദികളുടെ മോചനത്തിന് വേണ്ടി കൊടുക്കുന്ന ദ്രവ്യമാണ് മറുവില എന്ന് That പറയുന്നത്. is the price given for the liberation of the captives. യുദ്ധത്തിൽ തടവുകാരായി പിടിക്കുന്നവർ കൊല്ലപ്പെടാതിരിക്കുവാൻ അവിടെ മോചനത്തിന് വേണ്ടി കൊടുക്കുന്ന തുകയാണ് മറുവില എന്ന് പറഞ്ഞിരിക്കുന്നത്. For the prisoners in the battle not to be killed, the price which is paid, that is the propitiation. അതാണ് മറുവില എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. That's what you mean by propitiation. പത്രങ്ങളിലൊക്കെ കാണാറുണ്ടല്ലോ, In the dailies we ചില read, ഭീകരരൊക്കെ ചില നിരപരാധികളെ തട്ടിക്കൊണ്ടുപോകും. certain villains take hold of many innocent people. പണ്ട് കാശ്മീരിൽ ഒരു കേന്ദ്രമന്ത്രിയുടെ മകളെ തട്ടിക്കൊണ്ടുപോയി. Formerly in Kashmir, the daughter of a central minister was taken away. ഭീകരവാദികൾ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ തട്ടിക്കൊണ്ടുപോകും. The terrorists will take away certain prominent leaders. എന്നിട്ട് അവർ പറയും, കൊല്ലാതിരിക്കണമെങ്കിൽ മോചനത്തിന് പണം കൊടുക്കണമെന്ന്. And therefore after they will say that if I should not kill this person, you must pay the propitiation. ഇതിനെ കൊല്ലാതിരിക്കുവാൻ മോചനത്തിന് വേണ്ടി കൊടുക്കുന്ന പണത്തിനാണ് പറയുന്നത് മറുവില എന്ന് പറയുന്നത്. That's the propitiation yielded to be spared from being killed. That is called this one. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി വീണ്ടെടുപ്പ് വില കൊടുത്തു എന്ന് പറയുമ്പോൾ Our Lord Jesus Christ paid the ransom price for us means നമ്മൾ അനേകർ സാത്താന്റെ തടവറയിലായിരുന്നു. all of us were in the cages of devil. മരണത്തിന്റെ തടവറയിലായിരുന്നു. We were under the bonds of death. പാപത്തിന്റെ തടവറയിലായിരുന്നു. We were under the shackles of sin. ശാപത്തിന്റെ തടവറയിലായിരുന്നു. We were under the manacles of death. അവന്റെ കയ്യാൽ നമ്മൾ കൊല്ലപ്പെടാതിരിക്കുവാൻ, For us not to be killed through his hand. നമ്മൾ നശിച്ചു പോകാതിരിക്കുവാൻ, For us not to perish. നമ്മുടെ പ്രാണൻ പാതാളത്തിലേക്ക് പോകാതിരിക്കുവാൻ, For our soul not to plunge in hell. നിത്യ നരകത്തിൽ ചെന്ന് For അതപ്പതിക്കാതിരിക്കുവാൻ us not to maroon in eternal hell. നമ്മുടെ കർത്താവ് തന്റെ സ്വന്തം രക്തം മറുവിലയായി കൊടുത്തു. Lord Jesus Christ paid his own blood as the ransom. പിശാചിന്റെ ബന്ധനത്തിൽ നിന്നും അവൻ നമ്മെ മോചിപ്പിച്ചു. He delivered us from the bondage of the devil. നിത്യ മരണത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചു. He rescued us from the everlasting hellfire. അപ്പൊ വീണ്ടെടുപ്പ് വില എന്ന് പറയുമ്പോൾ അത് മറുവിലയാ. Therefore the ransom price is the അത് propitiation. ബന്ധനത്തിൽ നിന്നുള്ള വിടുതലാകുന്നു മറുവില എന്ന് പറയുന്നത്. That is the liberation from the captivity. രണ്ടാമത് വീണ്ടെടുപ്പ് വില എന്ന് പറയുമ്പോൾ Secondly, the propitiation means പുറപ്പാട് പുസ്തകം 30-16 വരുമ്പോൾ in Exodus chapter 30, the 16th verse, അവിടെ പ്രായശ്ചിത്ത ദ്രവ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. there we come across another ransom. സമയം കടന്നുപോയിരിക്കുകൊണ്ട് നമുക്ക് വായിക്കുവാൻ നിവർത്തിയില്ല. As time is ticking by, I'm not willing to read. അതിൽ വീണ്ടെടുപ്പ് വില എന്ന് പറയുമ്പോൾ പ്രായശ്ചിത്ത ദ്രവ്യമാകുന്നു എന്ന് കാണുവാൻ സാധിക്കും. The atonement price, that is what you mean by this redemption. എന്താണ് പ്രായശ്ചിത്ത ദ്രവ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? What do you mean by the atonement price? ഒരാൾ ചെയ്ത നാശത്തിനോ തെറ്റിനോ കുറ്റത്തിനോ നാശനഷ്ടങ്ങൾക്കോ പകരം കൊടുക്കുന്ന വിലയാകുന്നു പ്രായശ്ചിത്ത വില എന്ന് പറയുന്നത്. The ruination or the destruction resulted by some, where the price is repaid for that, that is called this one. ഇത് മലയാളികളായി നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. We the Malayalites can understand it very clearly. നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ഹർത്താലും സമരമൊക്കെ നടത്താറുണ്ട്.
നടത്താറുണ്ട്. Our political leaders hold hartals. സെക്രട്ടേറിയറ്റ് പിക്കറ്റിംഗ് നടത്താറുണ്ട്. And even secretariat circling is made. ഇപ്പോൾ അവർ ബസ്സിന് കല്ലെറിയാറുണ്ട്. They hurl stones at the bus. ജനലുകൾ അടിച്ചു പൊട്ടിക്കാറുണ്ട്. They destroy the windows. അവസാനം കോടതിയിൽ പോകുമ്പോൾ Finally, when they go to the court, അവർക്ക് വിമോചനം കിട്ടണമെങ്കിൽ പ്രായശ്ചിത്ത ദ്രവ്യം കൊടുക്കണം. for them to be set free, the appropriate price must be paid. ഒരാൾ ചെയ്ത തെറ്റിനോ കുറ്റത്തിനോ നാശനഷ്ടങ്ങൾക്കോ പകരം കൊടുക്കുന്ന വിലയാണ് പ്രായശ്ചിത്ത വില എന്ന് പറഞ്ഞിരിക്കുന്നത്. The atonement price is paid for the destruction caused by another. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തന്റെ ജീവനെ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി കൊടുത്തു. Our Lord Jesus Christ gave his life as a ransom for us. അറിയായ്മയുടെ കാലങ്ങളിൽ ലക്ഷ്യമാക്കാതെ Discarding those days of ignorance, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്ക് those sins that we committed on yesterday, പ്രായശ്ചിത്തം വരുത്തുവാൻ in order to give those ransom, നമ്മുടെ കർത്താവ് കാൽവരിയിൽ തന്റെ ജീവനെ യാഗമായി കൊടുത്തു. our Jesus Christ became a sacrifice on the cross. യേശുവിന്റെ രക്തം പ്രായശ്ചിത്ത ദ്രവ്യമായിട്ട് ഒഴുക്കപ്പെടുകയായിരുന്നു. The blood of Jesus was poured as the atonement price. അവസാനമായി ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞ വാക്ക്, Hanging on the cross, finally Jesus said, സകലവും നിവർത്തിയായി എന്നാകുന്നു പറഞ്ഞിരിക്കുന്നത്. everything is finished. സകലവും നിവർത്തിയായി. Everything is ഇത് finished. പറഞ്ഞിട്ട് അവന്റെ തല തോളിലേക്ക് ചായച്ചു. Yelling so, he shouldered his head on the shoulders. അവന്റെ പ്രവൃത്തി തികച്ചവൻ കടന്നുപോയി. Completing his work, he moved ഈ away. സകലവും നിവർത്തിയായി എന്നുള്ളതിന് This completed everything means ഗ്രീക്കിൽ ടെറ്റലസ്റ്റായി എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. tetelestai is the meaning given in Greek. ഈ ടെറ്റലസ്റ്റായി എന്ന വാക്കിന്റെ ഒരു വലിയ അർത്ഥമുണ്ട്. Tetelestai, the word has got immense meaning. പുരാതന കാലങ്ങളിൽ റോമിൽ ഒരു തടവുകാരനെ പിടിച്ചു കഴിഞ്ഞാൽ In the ancient days, if a prisoner is caught in Rome, ആ തടവുകാരനെ പാർപ്പിക്കുന്ന സെല്ലിന്റെ മുൻപിൽ അവന്റെ കുറ്റപത്രം തൂക്കിയിട്ടിരിക്കും. before the cell where the prisoner is made to stay, his verdict will be hung. അവൻ ചെയ്ത തെറ്റിനും ആ തെറ്റിന്റെ ശിക്ഷയായ പിഴയും എത്രയാണെന്ന് അവിടെ പ്രദർശിപ്പിച്ചിരിക്കും. The crime he committed and the price to be paid will be listed there. ഈ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന കുറ്റവാളിയുടെ അടുത്ത ബന്ധു The relative of the inmate of the prison, ഈ പ്രസനിലേക്ക് വന്നിട്ട് once he comes to the prison, ആ കുറ്റപത്രം വായിച്ചിട്ട് after he reads that statement, ആ കുറ്റപത്രം എടുത്തുകൊണ്ട് നേരെ കോടതിയിലേക്ക് പോകണം. after taking that statement of verdict, he must go to that court. ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന തെറ്റിനുള്ള പിഴ കോടതിയിൽ ഒടുക്കണം. He must pay the price for the statement mentioned. ആ പിഴ കോടതിയിൽ ഒടുക്കി കഴിയുമ്പോൾ Once the remittance is paid, കോടതി ആ കുറ്റപത്രത്തിന്റെ മേൽ ഒരു സീൽ പതിപ്പിക്കും. the court is casting its seal on that statement. ആ സീലിന് പറയുന്ന പേരാണ് ടെറ്റലസ്റ്റായി എന്നുള്ളത്. That seal is termed as tetelestai. നിവർത്തിയായി എന്നാണ് അതിന്റെ അർത്ഥം. It is finished. ഈ ടെറ്റലസ്റ്റായി അടിച്ചു കഴിഞ്ഞാൽ Once the tetelestai sealed, പിന്നീട് ആ പ്രതിക്ക് ജയിലിൽ കിടക്കേണ്ട കാര്യമില്ല. thereafter the prisoner need not be in the cell. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കാൽവരിയിൽ തന്റെ ജീവനെ വെടിഞ്ഞപ്പോൾ Our Lord Jesus Christ, when he gave up his ghost on the cross, അവൻ ടെറ്റലസ്റ്റായി എന്ന് വിളിച്ചു പറഞ്ഞു. he exclaimed, tetelestai. സകലവും നിവർത്തിയായി. Everything is നീ finished. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള അകൃത്യങ്ങൾക്ക്, The iniquities you did yesterday, നീ കാണിച്ചിട്ടുള്ള അതിക്രമങ്ങൾക്ക്, the transgressions you committed, നീ ചെയ്തിട്ടുള്ള തിന്മകൾക്ക്, the sins you did, നീ പറഞ്ഞിട്ടുള്ള തെറ്റുകൾക്ക് the faults you uttered, ഇതാ എന്റെ പ്രായശ്ചിത്തമായി എന്റെ ജീവനെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. lo, as an atonement I pay my ആകയാൽ life. വീണ്ടെടുപ്പ് വില എന്ന് പറയുമ്പോൾ Therefore the price of redemption, ഒന്നാമത് അത് തടവുകാരുടെ മോചനത്തിനുള്ള മറുവിലയാണ്. first of all, that is the remnants for the paying back of the prisoner. രണ്ടാമതൊരാൾ ചെയ്ത തെറ്റിനോ കുറ്റത്തിനോ നാശനഷ്ടത്തിനോ കൊടുക്കുന്ന പ്രായശ്ചിത്ത ദ്രവ്യമാണ്. Secondly, that is the price of atonements paid back for the destruction caused. അവസാനമായിട്ട് ഞാൻ പറയട്ടെ, Finally, let me say, ഈ വീണ്ടെടുപ്പ് വില എന്ന് പറയുമ്പോൾ this ransom means, പുറപ്പാട് പുസ്തകം 21 അധ്യായം 30 വാക്യത്തിലേക്ക് വരുമ്പോൾ in Exodus chapter 21 to 30th verse, അതിന് ഉദ്ധാരണ ദ്രവ്യം എന്നാ പറഞ്ഞിരിക്കുന്നത്. there we come across the coin which is yielded for remittance. വീണ്ടെടുപ്പ് വില ഉദ്ധാരണ ദ്രവ്യമാകിയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. The price of the redemption must be a remittance. എന്താണ് ഉദ്ധാരണ ദ്രവ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? What is the remittance of deliverance? അടിമച്ചന്തയിൽ അടിമയായി നിൽക്കുന്നതായ ഒരു അടിമ, A slave who is caught captive in the slave market, ആ അടിമത്തത്തിൽ നിന്ന് അവനെ വിടുവിച്ച് ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവരുവാൻ അവന് കൊടുക്കുന്ന വിലയാണ് ഉദ്ധാരണ ദ്രവ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. in order to deliver, set him free and to be brought outside the market, a price is paid. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അവനെ ഉദ്ധരിക്കുവാൻ വിടുവിക്കുവാൻ ഒടുക്കുന്ന പിഴയ്ക്കാണ് ഉദ്ധാരണ ദ്രവ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. To liberate him, to deliver him from the state he is, a price is paid, which is called remittance. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Beloved brothers and sisters, inclining നമ്മുടെ to me, കർത്താവ് യേശുക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരനാകുന്നു എന്ന് പറയുമ്പോൾ our Lord Jesus Christ, when he surrendered
redeemer. നിന്റെ അരിഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കുവാനാണ് അവൻ തന്റെ ജീവനെ കൊടുത്തത്. To liberate you from your wretchedness, he gave up his life. നിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന അരിഷ്ടപൂർണമായ അവസ്ഥയിൽ, നിന്റെ നിരാശയിൽ, നിന്റെ ദുഃഖങ്ങളിൽ എനിക്ക് മരിക്കണം, എനിക്ക് ആത്മഹത്യ ചെയ്യണം എന്നുള്ള നിന്റെ ചിന്തയിൽ നിന്നും നിന്നെ ഉദ്ധരിക്കുവാനാണ് യേശു കാൽവരിയിൽ തന്റെ ജീവനെ കൊടുത്തത്. From the days of agony you spent, sorrow stricken, in utmost depression and distress, saying that I want to commit suicide, from that state the Lord paid the price and he delivered you. രാത്രി ഞങ്ങളെ കേൾക്കുന്ന സഹോദര സഹോദരന്മാർ, Therefore tonight, brothers and sisters heeding unto us, നിങ്ങൾ ഏത് ബന്ധനാവസ്ഥയിലിരിക്കുന്നു, whatever bondage you are in, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള കുറ്റബോധത്തിന്റെ ആഴത്തിലിരിക്കുകയാണ്. you might be convicted with the pricking of conscience of the sins you did yesterday. നിങ്ങൾ ജീവിതത്തിൽ വിടുവിക്കപ്പെടുവാൻ ആഗ്രഹിച്ചിട്ടും കഴിയാതെ അരിഷ്ടതയുടെ ആഴങ്ങളിൽ ജീവിക്കുന്ന വ്യക്തിയാണോ? You might be willing to be delivered from the sins you committed, but you're still standing in the darkness. എന്നെ ആർ വിടുവിക്കുമെന്ന ചോദ്യത്തോടെയാണോ നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്? With the question, who will deliver me, are you passing your day? ഇന്ന് രാത്രി യോബിനെ പോലെ നീ ഏറ്റു പറയണം, Tonight, like Job, you എന്നെ confess, വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു, my Redeemer liveth, എന്നെ ഉദ്ധരിക്കുന്ന ഒരുത്തൻ ജീവിക്കുന്നു, my Deliverer liveth, എന്റെ തെറ്റിന് പിഴവെടുക്കിയ ഒരുത്തൻ ജീവിക്കുന്നു, the one who paid the price for my sins is alive, എന്റെ ബന്ധനങ്ങളിൽ വിടുവിക്കുന്ന ഒരുത്തൻ ജീവിക്കുന്നു. the one who rescues me from my bondage lives. ഇന്ന് രാത്രി ഈ സന്ദേശം കൂടി അവസാനിപ്പിക്കുമ്പോൾ Tonight, as I conclude the message here, അരിഷ്ടമായ അവസ്ഥയിൽ നിങ്ങളുടെ ഒരു വ്യക്തി പോലും കടന്നു പോകരുത്. none of you should move out of here in a wretched നീ state. രോഗിയായി കടന്നു വന്നിട്ടുണ്ടായിരിക്കാം, You might have come here being sick. നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്, There is a God here to deliver you. നിന്നെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്, There is a God here to heal നിന്റെ you. കെട്ടുകളെ തകർത്തെറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്, The one who breaks your chain is നിന്റെ here. ശാപത്തെ അടിച്ചു കളയുന്ന ഒരു ദൈവം നിനക്കുണ്ട്, The one who looses your curse is here. നിന്റെ ബന്ധനങ്ങളെ തകർക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്, The one who destroys your bondage is here. നിന്റെ നിരാശയെ പ്രത്യാശയാക്കി മാറ്റുന്ന ഒരു ദൈവം നമുക്കുണ്ട്, The God who converts your despair into hope is here. സൗഖ്യമാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. The healer, God is ഇന്ന് here. രാത്രി ഈ വചനം നിങ്ങളോട് അറിയിക്കുമ്പോൾ, Tonight, as I share the message to you, കഴിഞ്ഞ രാത്രി വരെയും ഞാൻ വളരെ രോഗിയായി കഷ്ടപ്പെട്ടു. till last night I was sick stricken. ഈ മീറ്റിംഗിന് സംബന്ധിക്കാൻ കഴിയുമെന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചില്ല. I never thought that I can take a part of this meeting. കഴിഞ്ഞ രാത്രി ബഹുമാനപ്പെട്ട സെൻട്രൽ പാസ്റ്റർക്ക് ഞാൻ ഫോൺ ചെയ്തു. Late night, the particular pastor phoned me. ഞാൻ ഫോൺ ചെയ്ത ഉദ്ദേശം ഇതായിരുന്നു, As I called him, this was the reason. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കണം. Pastor, somehow, ഞാൻ escape. അത്രമാത്രം ബലഹീനായിരിക്കും, I'm so weak. എനിക്ക് വാ തുറന്നൊരു വാക്ക് സംസാരിക്കാൻ കഴിയില്ല. I cannot open my mouth and speak a word. ചുമച്ച് ഞാൻ തളർന്നു പോയി. I'm coughing and weary. ബഹുമാനപ്പെട്ട അപ്പച്ചൻ സെൻട്രൽ പാസ്റ്റർ എന്നോട് പറഞ്ഞു, Distinguished center pastor told me, റോയ് പ്രാർത്ഥനയോടെ കടന്നു വാ. Pastor Roy, you pray and ആ come. വാക്ക് എന്നെ ധൈര്യപ്പെടുത്തി. That word strengthened എന്റെ me. കർത്താവ് എന്നെ സൗഖ്യമാക്കി. My God, help me. ഒരു പ്രാവശ്യം പോലും പിന്നെ ചുമച്ചിട്ടില്ല. Thereafter, I didn't cough even for one കർത്താവ് time. അത്ഭുതകരമായ വിടുതൽ തന്നു. Wonderful deliverance God gave ആ me. സൗഖ്യത്തോടു കൂടിയാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്. With that healing, I stand in your midst today. നമ്മളെ വിടുവിക്കുന്നവനായ ഒരു ദൈവം നമുക്കുണ്ട്. We have a delivering God. വിശുദ്ധന്മാരുടെ വാക്കുകൾക്ക് അധികാരമുണ്ട്. The words of the saints have got authority. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ When I was in 8th standard, എനിക്ക് മഞ്ഞപ്പിത്തം എന്ന രോഗം പിടിപെട്ടു. I was afflicted with this chronic disease. രോഗം മൂർധന്റെ അവസ്ഥയിലായി. The disease aggravated. മരണത്തിലേക്ക് ഞാൻ നടന്നെടുക്കുകയായിരുന്നു. I was limping to death. എന്റെ ശരീരം അതിഭയങ്കരമായി ഹീറ്റായി. My body started heating. എന്റെ ശ്വാസഗതികൾ പോലെ താഴോട്ട് പോയി. Even my breath dimmed. എന്റെ അമ്മ My mother, എന്റെ മൂത്ത സഹോദരനെ കൊട്ടാരക്കര സെൻട്രൽ ഫെയ്ത്ത് ഹോമിലേക്ക് പറഞ്ഞു വിട്ടു. the elder brother, was sent to the Kottarakara Faith Home. അന്ന് സെൻട്രൽ പാസ്റ്റർ ഇരിക്കുന്ന വിജി ശമുലപ്പച്ചനാ. Pastor V.D. Samuel was the center pastor in that time. വിജി ശമുലപ്പച്ചൻ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുക. Pastor V.D. Samuel was at the sit out. ജ്യേഷ്ഠ ജനപ്പോ ചോദിച്ചു, എന്താടാ വന്നേന്ന് When ചോദിച്ചു. the elder brother asked, he inquired the matter. ഇളയനിയൻ മഞ്ഞപ്പിത്തം ബാധിച്ച് വളരെ സീരിയസ് ആയിരിക്കുന്നു, പ്രാർത്ഥിക്കാൻ അമ്മ പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞു. Pastor, my younger brother is afflicted with this chronic disease and he's at the death of bed. ശമുലപ്പൻ ചോദിച്ചു, അവൻ സ്ഥാനപ്പെട്ടതാണോ? Pastor Samuel asked, did he baptize? കുഞ്ഞാ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. No, he's a young boy. He's just in 8th standard. അച്ഛൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. Pastor didn't say even a നീ word. പൊക്കോ, അവിടെ go. ചെല്ലുമ്പോൾ അവൻ സുഖമായിരിക്കും എന്ന് പറഞ്ഞു. Once you reach home, he'll be healed. പ്രാർത്ഥിച്ചതുമില്ല, അന്യഭാഷ പറഞ്ഞതുമില്ല. He didn't pray, he didn't say any നീ unturned tongues. പൊക്കോ, അവിടെ ചെല്ലുമ്പോൾ സുഖമായിരിക്കും. You just go, once you go there, he'll be എന്റെ healed. ജ്യേഷ്ഠൻ സൈക്കിൾ ചവിട്ടിൽ വീട്ടിൽ വരുമ്പോൾ My brother cycled all the way to home. ഞാൻ കുളിച്ചെഴുന്നേറ്റിരിക്കുന്നത് പോലെ തുള്ളിച്ചാടിയിരിക്കുകയാണ്. I was sleeping as fresh as taken a bath. പനി എന്നെ വിട്ടുപോയി, My fever departed. മഞ്ഞപ്പിത്തം എന്നെ വിട്ടുപോയി, The chronic disease did ഞാൻ travel. സൗഖ്യം പ്രാപിച്ചെടുത്തു. I was healed. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, Tonight you believe. എന്നെ വിടുവിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. There is a God who will deliver നമുക്ക് me. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, Let us close our eyes. മുഴങ്കാലുകളും അടയ്ക്കാം. Let us bend our knees. ഏത് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു, Whatever be the problem you're passing through, ഏത് പ്രതിസന്ധികളിൽ നിങ്ങളായിരിക്കുന്നു, you are in many യോബിനെ adversity. പോലെ എല്ലാവരും കൈവിടപ്പെട്ട അവസ്ഥയിലാണോ? Like Job will be abandoned by all. ഇന്ന് രാത്രി നീ വാ തുറന്ന് പറ,
Tonight, open your mouth and say, എന്നെ വിടുവിക്കുന്നവൻ ജീവിക്കുന്നു, my Redeemer liveth. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു, My Redeemer liveth. എന്നെ സൗഖ്യമാക്കുന്നവൻ ജീവിക്കുന്നു. My healer is alive. ഇന്ന് രാത്രി ദൈവശക്തി കണ്ട് നിങ്ങൾ മടങ്ങി പോകും. Tonight, you see the power of God and വിടുതൽ go. പ്രാപിച്ച് നിങ്ങൾ മടങ്ങി പോകും. Get delivered and go. വന്നതുപോലെ ഒരു വ്യക്തി പോലും മടങ്ങി പോകരുത്. Don't depart as you come. എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു How many people have got എനിക്ക് willing? ദൈവത്തിൽ ഉദ്ധാരണം ഉണ്ടാകണം, I want to be delivered in the എന്റെ presence of God. ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടണം, I want to be delivered from my bondage. എന്റെ പരാജയങ്ങൾ മാറ്റപ്പെടണം, My failures must be എന്റെ departed. രോഗത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം My പ്രാപിക്കണം. sickness must be healed. എല്ലാവരും വായ്കളെ തുറന്നോട്ടെ, Everybody open your mouth. ഉറക്ക ദൈവത്തോട് നിലവിളിച്ചാട്ടെ. Cry aloud to God. കർത്താവേ എന്നെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞാട്ടെ. Oh Lord, heal me. യേശു മനസ്സലിവുള്ള പിതാവ്, Jesus is a compassionate അവൻ Father. രോഗികളെ കണ്ട് മനസ്സലിയുന്ന പിതാവ്. He is compassionate in the sick. ഇന്ന് രാത്രി യേശു നമ്മുടെ നടുവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. Tonight, Jesus is moving in our midst. ആ യേശു നിന്റെ നടുക്കിൽ നിന്റെ അരികിലേക്ക് കടന്നു That വരികയാണ്. Jesus is coming near നീ you. വിശ്വാസത്തോടെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ With faith, touch his garment. നീ വിളിച്ചു പറ, ദാവീദ് പുത്രാ എന്നെ You സൗഖ്യമാക്കണം. declare, oh Son of David, have mercy. യേശുവേ എന്നെ സൗഖ്യമാക്കണമേ. Jesus, heal me, Master. എന്റെ അവസ്ഥയ്ക്ക് മാറ്റം തരണമേ. Amend my നീ state. ചുറ്റുപാടുകളെ നോക്കണ്ട, Don't look at the surroundings. അടുത്തിരിക്കുന്നവരെ നോക്കണ്ട. Don't see your neighbor. നിന്റെ ഹൃദയത്തിലെ ഭയം മാറ്റിക്കളാം, Remove the fear of your heart. സംശയം മാറ്റിക്കളാം, Remove the doubt. നിരാശ മാറ്റിക്കളാം. Remove the sorrow. നീ പ്രത്യാശയുള്ളവനെ വിളിച്ചു പറ, With hope you declare, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു, my Redeemer എന്നെ liveth. സൗഖ്യമാക്കുന്നവൻ ജീവിക്കുന്നു, My healer is alive. ഓ അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ ജീവിക്കുന്നു. The miraculous God he lives. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, നീനങ്കായി ജീവിക്കുന്നു, ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, നീനങ്കായി ജീവിക്കുന്നു. ഇന്നാലെയും ഇന്നും മാറാത്തവനവൻ നീനങ്കായി ജീവിക്കുന്നു. ഇന്നാലെയും ഇന്നും മാറാത്തവനവൻ നീനങ്കായി ജീവിക്കുന്നു. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, നീനങ്കായി ജീവിക്കുന്നു, ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, നീനങ്കായി ജീവിക്കുന്നു. ഇന്നാലെയും ഇന്നും മാറാത്തവനവൻ നീനങ്കായി ജീവിക്കുന്നു. ഇന്നാലെയും ഇന്നും മാറാത്തവനവൻ നീനങ്കായി ജീവിക്കുന്നു. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, നീനങ്കായി ജീവിക്കുന്നു. Jesus, ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, നീനങ്കായി ജീവിക്കുന്നു. ഇന്നാലെയും ഇന്നും മാറാത്തവനവൻ 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 നീനങ്കായി ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരി സഹോദരന്മാരെ, beloved brothers and നീ sisters, വിശ്വസിക്കുക, എന്നെ സൗഖ്യമാക്കുന്ന യേശു ജീവിക്കുന്നു, you believe the Lord who heals me എന്നെ is alive. വിടുവിക്കുന്ന യേശു The ജീവിക്കുന്നു. Lord who delivers me is alive. അതുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടെ പാട്ട് പാടുമ്പോൾ Therefore, when we sing that song again, ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, my God lives, Jesus lives. എനിക്കായി ജീവിക്കുന്നു, He lives for me. അവകാശം പറഞ്ഞു പാടാം. Let us claim and യേശു sing. എനിക്ക് വേണ്ടി ജീവിക്കുന്നു. Jesus lives for me. ഓരോരുത്തരും ദൈവത്തിൽ അവകാശം പറഞ്ഞു പാടിയാട്ടെ. Everybody claim it and യേശു sing. എനിക്ക് വേണ്ടി ജീവിക്കുന്നു. Jesus lives for നമുക്ക് me. കരങ്ങളെ തട്ടി ഒരിക്കൽ കൂടെ ചേർന്ന് പാടാം. Let us clap and sing again. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എനിക്കായി ജീവിക്കുന്നു, ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എനിക്കായി ജീവിക്കുന്നു. ഇന്നാലെയും ഇന്നും മാറാത്തവനവൻ എനിക്കായി ജീവിക്കുന്നു. ഇന്നാലെയും ഇന്നും മാറാത്തവനവൻ എനിക്കായി ജീവിക്കുന്നു. ഓ ജീവിക്കുന്നു, യേശു
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കരുണയാൽ നമ്മെയും ദേശത്തുള്ള ജനത്തെയും സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവിന് മുമ്പ് അനുഗ്രഹിക്കപ്പെട്ടതായ മീറ്റിംഗ് നമുക്ക് ക്രമീകരിച്ച് നൽകി. പ്രാരംഭ ദിവസം തന്നെ തേജോമനായിരിക്കുന്ന കർത്താവ് മഹിമയോടെ തേജസ്സോടുകൂടെ നമ്മുടെ മധ്യേ വന്ന് നമ്മുടെ മീറ്റിങ്ങിൽ ദൈവം അനുഗ്രഹിച്ചല്ലോ. ആത്മാവിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകിയല്ലോ. ജീവൻ്റെ സാക്ഷി നമുക്ക് നൽകിയല്ലോ. കർത്താവിൻ്റെ ദിവ്യമായിട്ടുള്ള ആലോചന ദൈവം നമുക്ക് നൽകിയല്ലോ. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് ഇന്നും ജീവിക്കുന്നു. നമുക്ക് പറയാം, എൻ്റെ യേശു എനിക്കായി ജീവിക്കുന്നു. എൻ്റെ പാപത്തിന്, ശാപത്തിന്, എൻ്റെ രോഗത്തിന്, എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒക്കെയും പരിഹാരം യേശു മാത്രമാണെന്ന് നമുക്ക് ഇന്ന് രാത്രികാലം ശ്രദ്ധിപ്പാൻ കഴിഞ്ഞല്ലോ. നമുക്ക് ആ യേശുവിനെ വിശ്വസിക്കാം. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ഒരു മിനിറ്റ് ദൈവത്തെ ആരാധിച്ചാട്ട്, ഒരു മിനിറ്റ് കർത്താവിനെ ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ മീറ്റിങ്ങിൻ്റെ പ്രാരംഭ ദിവസം തന്നെ ശക്തിയേറിയ ദൈവദിനം അറിയിപ്പാൻ കൃപ നൽകി. ഒരു പക്ഷേ നാളത്തെ മീറ്റിംഗ് നടക്കാൻ സാധിക്കുമോ എന്ന് പറയാൻ കഴിയില്ല. അതിനു മുമ്പ് കർത്താവിൻ്റെ വരവാണെങ്കിൽ എടുക്കപ്പെടുവാൻ ഒരു കൂട്ടരെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കർത്താവ് എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. ഹല്ലേലൂയ. നമുക്ക് ധൈര്യമായി പറയാം, എൻ്റെ യേശു എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കുന്ന ദൈവമാണ്. എൻ്റെ കർത്താവിനെ രക്ഷിച്ചുവെങ്കിൽ അവസാന നിമിഷം വരെയും എന്നെ സൂക്ഷിപ്പാൻ ദൈവം ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ജീവിക്കുന്നതുകൊണ്ട് നാമും ജീവിക്കുകയാണ്. യേശു ജീവിക്കുന്നതിനാൽ നാം ജീവിക്കുന്നു. ഹല്ലേലൂയ. ഓ ഗോഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you, Lord, that we could have become Sedam the night. Why did we could have become Triam the neck of Sibada high? Why the kiss of Bada high the baga the night? Amen. Hallelujah. 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 ആമേൻ. നമുക്കെല്ലാവർക്കും പറയാം, വേഗം ഞാൻ ചേർന്നിടും, എൻ്റെ പ്രിയരോട് ചേർന്നിരി. ഞാൻ രക്ഷിക്കപ്പെട്ടു, ജലസ്നാനം എടുത്തു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അപ്പോൾ സ്ത്രീയ കൂട്ടായ്മ ജീവിക്കുന്നെന്ന് പ്രത്യാശയോട് ജീവിക്കുന്ന ധൈര്യമായി പറയുവാൻ കഴിവുള്ള ദൈവമക്കൾക്ക് പറയുവാൻ കഴിയും. ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ യേശുവിനോട് ഞാൻ ചേരും. ഇന്നെൻ്റെ യേശുവിന് വരവാണെങ്കിൽ ഞാൻ അവനോട് ചേരും. ഹല്ലേലൂയ. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ നമുക്ക് ആ കോറസ് പാടാം. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ
ആമേൻ. ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് Hallelujah. 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 Amen. 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 Hallelujah. പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് മരണഭയമില്ല. ഇന്ന് ഞാൻ മരിക്കട്ടെ, എൻ്റെ യേശുവിനോട് ഞാൻ കാണപ്പെടും. എന്ന് എൻ്റെ യേശു വരട്ടെ, അവനോട് ഞാൻ എടുക്കപ്പെടും. ആ പ്രത്യാശയുള്ളവർ കരങ്ങളെ എടുത്തൊരു അടിയനെ പറയട്ടെ. ഒരു പ്രാവശ്യം കൂടെ ആ പ്രത്യാശയുള്ള ദൈവമക്കൾ 1 മിനിറ്റ് കൂടെ ആ ഫോറസ് പാടാം. ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് Hallelujah. Hallelujah. ആമേൻ. ഹല്ലേലൂയ. ആരും നിരാശപ്പെടേണ്ട ദൈവമക്കളെ. നിരാശയോടാരും ജീവിക്കരുത്. പ്രത്യാശയോട് ഓരോ നിമിഷവും കർത്താവിൻ്റെ ശുശ്രൂഷകര് ദൈവജനം ജീവിക്കണമേ. ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയിപ്പോയല്ലേ ദൈവമക്കളെ. നമ്മുടെ പ്രിയനോട് ചേരുവാൻ നമുക്ക് ഒരുക്കമായിരിക്കാം. അധിക ദീർഘായുസ് നമുക്ക് വേണ്ട, അധിക കാലഘട്ടം നമുക്ക് വേണ്ട. ലഭിക്കുന്ന സമയം നമ്മുടെ പ്രിയനെ പ്രസാദിപ്പിച്ച് ജീവിപ്പാൻ കൃപ നൽകേണ്ടതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ഇന്ന് ജീവിക്കുന്നു. ആ ജോവനോട് ചേർന്ന് നമുക്ക് പറയാം, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഇന്ന് ജീവിക്കുന്നു. ദൈവമക്കളെ, ആ കർത്താവിനോട് ചേരുവാൻ എല്ലാവരെയും ദൈവം ഒരുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഇസ്രായേൽ മക്കളെ മിസ്രയിൽ നിന്ന് വീണ്ടെടുത്തുവെങ്കിലും അവർ മുമ്പോട്ടുള്ള യാത്രയിൽ വീണ്ടെടുപ്പാനായി യേശുവെ തള്ളി, ദൈവത്തെ തള്ളി, പ്രമാണങ്ങളെ പുറകെ തള്ളിക്കളഞ്ഞു. അവരുടെ മനസ്സ് മിസ്രൈമിലേക്ക് പോയി. അതുകൊണ്ട് സംഭവിച്ചത് കനാനിലെത്തുവാൻ കഴിയാതെ പോയി. നമ്മുടെ ഒരേ ലക്ഷ്യം കർത്താവിൻ്റെ വരവ്, ആ സ്വർഗ്ഗ സിയോൻ, പുതിയ യെരൂശലേം. അത് ലക്ഷ്യമാക്കി ജീവിപ്പാൻ എല്ലാവരെയും ഒരുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം.
സ്തോത്രം 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 സ്തോത്രം. സകല മഹിമയാൽ കൃപയാലും നിറയ്ക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ശ്രേഷ്ഠമേറിയ വചനം അറിയിപ്പാൻ പ്രിയദാസന്മാർ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. തുറന്നു നടക്കുന്ന എല്ലാ മീറ്റിങ്ങിലും കർത്താവിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ദൈവമക്കളെല്ലാവരെയും ദൈവം അവിടുന്ന് പരിപാലിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് വചനം കേട്ട ജനങ്ങളെല്ലാവരും ശിക്ഷാവിധിക്ക് കാരണമായി തീരാതെ യേശുവിനെ ഇഷ്ടം ചെയ്യുവാൻ, കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ ഈ ദേശത്തുള്ളവരെ അയൽവാസികളെല്ലാം ഒരുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. വരവിനായി ഒരുക്കേണ്ടതിനായി സ്തോത്രം. പ്രിയാദി മക്കളെ, ഇടയിലൊരു സന്തോഷ വാർത്ത പറയുക. അടുത്ത മാസം 7 മുതൽ 11 വരെ കൊട്ടാരക്കിൻ്റെ കൺവെൻഷനാണ്. എല്ലാവരും കൺവെൻഷൻ വന്നേക്കണം. അത് സന്തോഷ വാർത്തയല്ലയോ? ആണെന്നുള്ളൊരു കൈവക്ക് അതേ പറ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. കൃപയാൽ ദൈവം നമ്മെ എല്ലാവരെയും നിറയ്ക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. ത്രിയേക ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്തോത്രവാന സൈന്യമായ കർത്താവ് ഞങ്ങളുടെ മധ്യേ കടന്നു വന്നതിനാ നിന്നെ വാഴ്ത്തുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിൽ ആത്മാവിൽ പാടി ബലപ്പെടുവാൻ സന്തോഷിപ്പാൻ തക്കണം കർത്താവേ. ദൈവശക്തിയാൽ കർത്താവേ നിറയപ്പെടുവാൻ തക്കണം ഇന്ന് കർത്താവേ. രാത്രികാലം ദൈവം സഹായിച്ചനാ സ്തോത്രം സ്തോത്രം സ്തോത്രം. കൂട്ടത്തിൻ്റെ കർത്താവേ കൺവെൻഷൻ്റെ ആരംഭം ദിവസം തന്നെ കർത്താവ് ദിവ്യ മഹിമയോട് ഞങ്ങളുടെ മധ്യേ കടന്നു വന്നതിനാ നിന്നെ വാഴ്ത്തുന്നു കർത്താവേ. സ്തോത്രം 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 സ്വോത്രം 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 കർത്താവ് സ്വോത്രം. ഞങ്ങളുടെ ജീവിതത്തിന് കർത്താവേ, സ്വജീവിതത്തിന് കർത്താവേ, അതിക്രമങ്ങളാലും അരിഷ്ടങ്ങളാലും കർത്താവേ, പാപബന്ധത്തിൽ കൂടെ കർത്താവേ ഘടനിർണായ ഞങ്ങളെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത് കർത്താവേ സ്വോത്രം. ഈ മൗനമായ കർത്താവേ സ്വോത്രം സ്വോത്രം കർത്താവേ സ്വോത്രം. ദിവ്യപാതയിലേക്ക് ദൈവം ഞങ്ങൾ കൊണ്ടുവന്നതിനായി സ്തോത്രം കർത്താവേ സ്വോത്രം. അയ്യവിനെ പോലെ കർത്താവ് ദാവിനെ പോലെ അരിഷ്ടതയിലും കർത്താവേ കഷ്ടത്തിൽ കൂടെ കടന്നുപോയപ്പോൾ കർത്താവിൻ്റെ ദൈവപാത കർത്താവേ സ്വോത്രം വീണ്ടെടുപ്പാനായ ദൈവം കർത്താവേ സ്വോത്രം കൂടെ ഇന്ന് സഹായിച്ചതിനായി സ്തോത്രം 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 സ്തോത്രം. അതിന് കർത്താവേ വീണ്ടെടുത്തനായ ദൈവം ജോസഫ് വീണ്ടെടുത്തു കർത്താവേ. അതുപോലെ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ കർത്താവേ സ്വന്തം രക്തത്താൽ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത് ആ പ്രത്യാശയുടെ തുറമത്തെ ദൈവം ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം കർത്താവേ. സത്യ ഉപദേശത്തിലേക്കും കർത്താവേ ദൈവ പ്രമാണത്തിലേക്കും ദൈവം ഞങ്ങളെ കൊണ്ടുവന്ന് ഇത്രത്തോളം വിശ്വാസഗോളത്തിൽ ദൈവം നിലനിർത്തിയതിനായി സ്തോത്രം. കൊണ്ടുവന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. എവരെയും ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം കർത്താവേ. ഈ നിത്യരക്ഷയെ കരസ്ഥമാക്കാതെ എത്രയോ ജനം നിത്യനാശത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിനുള്ളവരെല്ലാം ദൈവം താവേ ഈ സത്യവാദിലേക്ക് ദൈവം എഴുന്നേൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാപത്തിനും സാപത്തിനും ദോഷം വഴിയുന്ന എല്ലാം ദൈവത്തിനുള്ളവരെ വിളിച്ച് വേർതിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നു കർത്താവേ. അവൻ്റെ വരവിന് മുൻപേ പ്രത്യാശയോടെ നിൽപ്പാൻ തക്കണം, ധൈര്യത്തോടെ നിൽപ്പാൻ തക്കണം, ജീവൻ്റെ രക്ഷ പ്രാപിപ്പാൻ തക്കണം. അനേരെ എഴുന്നേൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാമാരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം, ആരോഗ്യപ്പെടുത്തിയതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ വചനവും താവേ സംസാരിപ്പാൻ എൻ്റെ ദാസനെ സൗഖ്യത്തോടും ബലത്തോടും ആരോഗ്യത്തോടും കൊണ്ടുവന്നതിനാ നിന്നെ വാഴ്ത്തുന്നു കർത്താവേ. സ്തോത്രം. വലിയവനായ ദൈവം ഞങ്ങൾക്ക് താവേ സ്തോത്രം. നീയോളം ദൈവത്തിൻ്റെ കരുണയിലും കൃപയിലും നടത്തിയതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപ എല്ലാവരോടും ഉണ്ടായിരിക്കും യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയുടെ സുവാസം പരിശുദ്ധന്മാരോടും നമ്മുടെ എല്ലാവരോടുകൂടെ എന്നേക്കും കർത്താവിൻ്റെ വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഇപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും വിഷയങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുള്ളവർ മുമ്പോട്ട് വന്നാൽ ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.